असतो मा सद्गमय तमसो मां ज्योतिर्गमय मृत्योर्माम् अमृतं गमय. ओम शांति शांति शांति. മാതൃഭാഷ മലയാളത്തിൻ്റെ ഭൂമി മലയാളത്തിലെ അക്ഷരഭേദ സദസ്സിലേക്ക് എല്ലാ അക്ഷരപ്രേമികൾക്കും സ്വാഗതം. അക്ഷരം ഏകമാണ്. ഏകമായ അക്ഷരത്തിലൂടെ അനന്തമായൊരു സഞ്ചാരത്തിനാണ് നമ്മൾ അക്ഷരവേദ പ്രവേശിക ഇവിടെ തൃശ്ശൂർ തെക്കേ മഠത്തിൽ ശ്രീഭദ്ര മണ്ഡപത്തിൽ ശ്രീഭദ്രവേദിയിൽ ആരംഭിക്കുന്നത്. മലയാള ദേശത്തിന്, മലയാള നാടിന് എല്ലാ കാലത്തേക്കും അഭിവൃദ്ധി ഉണ്ടാകുവാൻ വേണ്ടി, മലയാള ദേശം സമ്പൽ സമൃദ്ധമാകുവാൻ വേണ്ടി, മലയാള നാട് അതിൻ്റെ സ്വത്വത്തിലേക്ക് എത്തുവാൻ വേണ്ടി ആരംഭം കുറിക്കുകയാണ് ഇന്ന് ചിങ്ങം 1-ാം തീയതി അക്ഷര വേദ സദസ്സ്. വടക്കുന്നാഥിൻ്റെ പടിഞ്ഞാറേ നടയിൽ ആദിശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരയിലൂടെ തുടങ്ങിവെച്ച 4 മഠങ്ങളിൽ തെക്കേ മഠത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ അക്ഷരവേദ സദസ്സിന് ആരംഭം കുറിക്കുന്നത്. മാതൃഭാഷ മലയാളത്തിൻ്റെ അക്ഷരാർത്ഥത്തിൻ്റെ ഈ 2 സംസ്കാര സംസ്കൃതി പൈതൃക സംഘങ്ങളുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മളിത് ഇവിടെ ആരംഭിക്കുന്നത്. തെക്കേ മഠത്തിൻ്റെ സഹകരണവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്താണ് ഈ അക്ഷരവേദ സദസ്സിൻ്റെ പ്രയോജനം? മലയാള ദേശത്തിന്, മലയാള നാടിന് എന്താണ് അക്ഷരവേദ പ്രവേശിക കൊണ്ട് ലഭിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മലയാള ദേശം എന്ന് പറയുന്നത് കന്യാകുമാരി മുതൽ ഗോകർണം വരെ ഉള്ള ദേശത്തെയാണ്. കന്യാകുമാരി അടക്കം, ഗോകർണമടക്കം, അതായത് ഗോകർണത്തിൽ നിന്ന് കന്യാകുമാരി അടക്കമുള്ള ദേശത്തെയാണ് മലയാള ദേശം അഥവാ മലയാള ഭൂമി എന്ന് പറയുന്നത്. കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്കു വടക്കു നീളെ അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. ഗോകർണത്ത് ശിവനും കന്യാകുമാരിയിൽ ദേവി അംബയും കന്യാകുമാരിയും ശക്തിയും ഇരിക്കുന്ന 2 സ്ഥലങ്ങളുടെ നടുക്ക് കിടക്കുന്ന ഈ പുണ്യഭൂമിയെയാണ് മലയാള ദേശം എന്ന് പറയുന്നത്. ഈ മലയാള ദേശത്തിൻ്റെ അഭിവൃദ്ധിക്കായി ഒരു യാഗത്തിന് തുല്യമായ
ഒരു സംരംഭമാണ് നമ്മൾ ഇന്ന് ഇവിടെ ആരംഭിക്കുന്നത്. അക്ഷരവേദ സദസ്സ് എന്ന് പറയുന്നത് മലയാളിക്ക് മാതൃഭാഷാ മലയാളത്തിലൂടെ അക്ഷരവേദത്തെ സ്വായത്തമാക്കാനുള്ള ആദ്യത്തെ പടിയായാണ് നമ്മൾ കണക്കാക്കുന്നത്. മാതൃഭാഷ മലയാളത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലയാള ഭൂമിയിലെ എല്ലാവർക്കും, മലയാള ക്ഷേത്രത്തിലെ എല്ലാവർക്കും അർത്ഥമറിയാവുന്ന, അർത്ഥതലങ്ങൾ അറിയാവുന്ന ഭാഷയാണ് എന്നുള്ളതാണ് മാതൃഭാഷയുടെ പ്രത്യേകത. അക്ഷരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശിവനാണ്. ഓം ഇതി അക്ഷര, അക്ഷരം ഏകമാണ്. ഓം ഇതി അക്ഷര, വേറെ അക്ഷരങ്ങളൊന്നും തന്നെ ഈ പ്രപഞ്ചത്തിലില്ല. അക്ഷരമാകുന്ന ഓംകാരത്തെ, നാദബ്രഹ്മത്തെ നമ്മൾ മനസ്സിലാക്കാനുള്ള ശ്രമം മാതൃഭാഷ മലയാളമാകുന്ന ദേവി മൂകാംബികയിലൂടെ ഇവിടെ ആരംഭിക്കുകയാണ്. മാതൃഭാഷ മലയാളം ദേവി മൂകാംബികയാണെന്നുള്ള യാഥാർത്ഥ്യം മലയാള ഭൂമിയിൽ ആദ്യമായി നമ്മൾ ഇവിടെ തുറന്നു പറയുകയാണ്. ആദിശങ്കരനാൽ, അദ്വൈതമൂർത്തിയായ ആദിശങ്കരനാൽ പ്രതിഷ്ഠിതമായ കൊല്ലൂരിലെ ദേവിശ്രീ മൂകാംബിക എന്നുള്ളത് മലയാള ദേവിയുടെ, മലയാളാംബയുടെ, മലയാള ഭാഷയുടെ പ്രതിഷ്ഠയാണെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് മാതൃഭാഷ മലയാളത്തിനുള്ള സ്ഥാനം നമുക്ക് മനസ്സിലാകാൻ പോകുന്നത്. മാതൃഭാഷ അറിയാതെ, മലയാളാംബയെ അറിയാതെ, ദേവിശ്രീ പാർവതിയെ അറിയാതെ ഭൂമി മലയാളത്തിലുള്ള ഒരാൾക്കും ശിവതലത്തിലേക്ക്, ശിവനിലേക്ക്, അക്ഷരത്തിലേക്ക്, വേദത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മലയാള ഭൂമിയിൽ പിറന്നു വളർന്നു വന്നിരിക്കുന്ന എല്ലാ തലമുറകളിലേക്കും പകർന്നു നൽകാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ ശ്രീശങ്കരൻ സ്ഥാപിച്ചിട്ടുള്ള മഠങ്ങളിൽ ഒന്നായ തെക്കേ മഠത്തിൽ ആദ്യത്തെ വേദിയായ, അക്ഷരവേദത്തിൻ്റെ ആദ്യത്തെ വേദിയായ, അക്ഷരവേദ പ്രവേശികയുടെ ആദ്യത്തെ വേദിയായ ഈ സന്ദർഭം വിനിയോഗിക്കുന്നത്. അക്ഷരം എന്ന് പറയുന്ന അനാദിയായ ഓംകാരത്തിൻ്റെ, നാദബ്രഹ്മത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് മാതൃഭാഷാ മലയാളത്തിലൂടെയാണ്. സംസ്കൃതം എന്ന് പറയുന്നതിലൂടെയാണ് എല്ലാവരും വേദം അറിയുന്നത്. വേദത്തെ സംസ്കൃതത്തിൽ ആണ് എല്ലാവരും കണക്കാക്കുന്നത്. വേദം സംസ്കൃതത്തിലൂടെയാണ് അറിയാൻ പറ്റുള്ളൂ എന്നാണ്. വേദം എന്താണ്? വേദത്തിൻ്റെ ഉപയോഗം എന്താണ്? അക്ഷരം എന്താണ്? അക്ഷരത്തിൻ്റെ ഉപയോഗം എന്താണ് എന്നറിയാത്തൊരു തലമുറയ്ക്ക് ആദ്യം അക്ഷരജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്, തുടക്കം എന്ന് പറയുന്നത് അവരവർക്ക് അർത്ഥമറിയാവുന്ന മാതൃഭാഷ മലയാളം എന്ന് പറയുന്ന ദേവി മൂകാംബികയിലൂടെ ആണ് നമ്മൾ അവിടേക്ക് എത്താൻ ശ്രമിക്കുന്നത്. ദേവി മൂകാംബിക ശക്തിയാണ്. അക്ഷരത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന ശക്തിയാണ് ദേവി മൂകാംബിക. അതാണ് മാതൃഭാഷ മലയാളം. സംസ്കൃതത്തിലേക്ക് നിങ്ങൾക്ക് കടക്കണമെങ്കിൽ, പരമാർത്ഥതലത്തിലേക്ക് നിങ്ങൾക്ക് കടക്കണമെങ്കിൽ അതിനെ അർത്ഥതലത്തിലേക്ക് നിങ്ങൾ ആദ്യം പ്രവേശിക്കേണ്ടതുണ്ട്. അർത്ഥതലം എന്ന് പറയുന്നത് പ്രാപ്തമായാൽ മാത്രമേ പരമാർത്ഥതലമായ ശിവതലത്തിലേക്ക് മനുഷ്യനെ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ അർത്ഥതലമാകുന്നത് മാതൃഭാഷ മലയാളമാകുമ്പോൾ മാതൃഭാഷ മലയാളത്തിൻ്റെ 9 അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടി വരും. 9 അർത്ഥതലങ്ങൾ എന്ന് പറയുമ്പോൾ ഭാരതീയ ഭാഷകൾക്ക് മാത്രമാണ് 9 അർത്ഥതലങ്ങൾ ഉള്ളത്. ഈ 9 അർത്ഥതലങ്ങൾ എന്ന് പറയുന്നത്
നമ്മളെ കാലങ്ങളിലൂടെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളായിട്ട് അധപ്പതിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അർത്ഥതലം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം തെറ്റിദ്ധരിപ്പിച്ച് ജാതി വ്യവസ്ഥയാക്കി മാറ്റി. അർത്ഥതലം എന്ന് പറയുന്നത് 9 ഈ അർത്ഥതലം മലയാള ഭാഷയിൽ 9 അർത്ഥതലമുണ്ട്. അത് മലയാള ഭാഷയിൽ മാത്രമല്ല, ഭാരതീയ ഭാഷകളിലെല്ലാറ്റിലും 9 അർത്ഥതലങ്ങളുണ്ട്. ഇതിൽ മാതൃഭാഷ മലയാളത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് മാതൃഭാഷ മലയാളത്തിൻ്റെ പ്രത്യേകത? മലയാള ഭാഷയുടെ പ്രത്യേകത, ദേവി മൂകാംബികയുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കൃത്യമായ ഒരു മറുപടി നിങ്ങൾ ഇതുവരെ കേൾക്കാത്തതായിട്ടുള്ള ഉണ്ട്. ഭാരതത്തിൽ ഭാരതീയമായ ഭാഷാശക്തിക്ക്, ഭാഷയുടെ ശക്തിക്ക്, ശിവന്റെ ശക്തിക്ക് ദേവീ രൂപത്തിൽ പ്രതിഷ്ഠയുള്ളത് ദേവി മൂകാംബികയ്ക്ക് മാത്രമാണ്, മലയാള ഭാഷയ്ക്ക് മാത്രമാണ്, മലയാളാംബയ്ക്ക് മാത്രമാണ്. നമ്മൾ കൊല്ലൂരിലേക്ക് പോകുന്നുണ്ട്, നവരാത്രി കാലത്ത് പോകുന്നുണ്ട്, അക്ഷരത്തിൻ്റെ പല കാര്യങ്ങൾക്കുമായി നമ്മൾ എവിടേക്ക് പോകുന്നുണ്ട്. പക്ഷേ ദേവി മൂകാംബികയുടെ മുന്നിൽ കണ്ണ് അടച്ച് കൈകൂപ്പി നിൽക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് അത് ഭാഷാദേവിയെയാണ് നമ്മൾ കൈകൂപ്പി വണങ്ങുന്നത് എന്നാണ്. ഈ സത്യം അറിയാവുന്ന വളരെ കുറച്ചു പേർ മലയാള ഭൂമിയിൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. വളരെ കുറച്ചു പേർ. ഇത് നമ്മൾ ഇന്ന് വളരെ വ്യക്തമായി ഇവിടെ വന്നിട്ടുള്ള ദൃശ്യമാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി മലയാള ദേശത്ത് ജനിച്ചു വളർന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ള ദൗത്യമാണ് മാതൃഭാഷ മലയാളം ഏറ്റെടുത്ത്, അക്ഷരാർത്ഥം ഏറ്റെടുത്ത് ഈ 2 സംഘങ്ങളും കൂടി ഇവിടെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന് തെക്കേമഠത്തിൻ്റെ സഹായം കൂടി നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ആദിശങ്കരനാൽ സ്ഥാപിക്കപ്പെട്ട, അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരയാൽ സ്ഥാപിക്കപ്പെട്ട തെക്കേമഠത്തിൻ്റെ സഹകരണം കൂടിയുണ്ട്. നമ്മുടെ ശ്രീഭദ്ര മണ്ഡപത്തിലാണ് നമ്മളുടെ ഈ പരിപാടി ഇവിടെ നടക്കുന്നത്. എല്ലാം സുഭദ്രമായിരിക്കുന്ന മണ്ഡപമാണിത്. ദേവി സരസ്വതി സന്ധ്യാനേരത്ത് സ്വയം പ്രത്യക്ഷമായിട്ടുള്ള വേദിയാണ് ഇതിൻ്റെ തൊട്ടു പിറകിലുള്ളത്. അവിടെ ഒരു ക്ഷേത്രമുണ്ട്. ദേവി സരസ്വതി സ്വയം പ്രത്യക്ഷയായിട്ടുള്ള, ദേവി ശാരദ സ്വയം പ്രത്യക്ഷയായിട്ടുള്ള ആ മണ്ഡപത്തിൻ്റെ തൊട്ട് സമീപത്ത് ഇരുന്നാണ് നമ്മൾ ഈ പ്രഭാഷണം നടത്തുന്നത്. ആ ദേവിയുടെ കാരുണ്യം, ആ ഭാഷയുടെ ശക്തി, കാശി നിവാസിനിയായ, കാശ്മീര ദേശ നിവാസിനിയായ ദേവി ശാരദയുടെ അഥവാ സരസ്വതിയുടെ ആ കടാക്ഷത്തോടു കൂടിയാണ് നമ്മൾ ഈ സ്വരങ്ങൾ കേൾക്കുന്നത്, അക്ഷരസ്വരങ്ങൾ കേൾക്കുന്നത്, മലയാള ഭാഷ ശ്രവിക്കുന്നത്. അതിലൂടെ വേദത്തിലേക്ക് പ്രവേശിക്കാൻ, പരമാർത്ഥമായിട്ടുള്ള, ഓംകാരമായിട്ടുള്ള, നാദബ്രഹ്മമായിട്ടുള്ള ശിവതലത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. ഓംകാരമായിട്ടുള്ള അക്ഷരത്തിലേക്ക് എത്താൻ ശ്രമിക്കുന്നത്. അക്ഷരം ഏകമാണ്. ഈ അക്ഷരത്തെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മുടെ ആദിശങ്കരൻ ആസേതു ഹിമാചലം കാൽനടയായി സഞ്ചരിച്ചത്. അക്ഷരത്തിൻ്റെ മൂർത്തിയാണ് അദ്ദേഹം. ആദിശങ്കരൻ ജനിച്ചു എന്ന് പറയുന്നത് എവിടെയാണ്? അനാദിയായുള്ളവന് എവിടെ ജനനം? അനാദിയായുള്ളവൻ എവിടെ ജനനം? അവനെ മനുഷ്യനാക്കി ചുരുക്കി ഒരാളുടെ, ഒരു വ്യക്തിയുടെ തലത്തിലേക്ക് ചുരുക്കി, ശിവതലത്തെ ചുരുക്കി മനസ്സിലാക്കി ഇരിക്കുന്ന മലയാളി സമൂഹത്തെയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദിശങ്കരൻ നമ്മുടെ വടക്കുനാഥൻ്റെ അവിടെ സമാധിയുണ്ടല്ലോ. ആദിശങ്കരൻ സമാധിയുണ്ട്.
സമാധി എന്താണെന്ന് ആളുകൾക്ക് ധാരണയില്ല. സമാധിയിൽ നിന്ന് ഉണരാൻ സാധിക്കുമെന്ന് ആളുകൾക്ക് ധാരണയില്ല. ഹിമാലയത്തിൽ സമാധി ഉണ്ടല്ലോ. ആദിശങ്കരൻ ഒരുപാട് സ്ഥലങ്ങളിൽ സമാധിയുണ്ട്. അപ്പൊ സമാധി എന്ന് പറയുന്നതിന്റെ അർത്ഥതലം എന്താണ്? യോഗത്തിന്റെ, അഷ്ടാംഗ യോഗത്തിന്റെ, പതഞ്ജലി ശിവനിൽ നിന്നും നേടിയെടുത്ത അഷ്ടാംഗ യോഗത്തിന്റെ 8ാമത്തെ തലം സമാധിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള, മലയാള ദേശത്തുള്ളവർ മനസ്സിലാക്കിയിട്ടുള്ള സമാധിയാണോ ആ സമാധി? യോഗത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ അവസ്ഥയെയാണ് സമാധി എന്ന് പറയുന്നത്. അത് മലയാളികൾ തെറ്റിദ്ധരിച്ചിട്ടുള്ള സമാധി അല്ല. ആ ആദിശങ്കരൻ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ദേവി മൂകാംബികയെയാണ്, ശക്തിയെയാണ് കൊല്ലൂരിൽ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. കഥകൾ പലതാണ്. അക്ഷരവേദത്തിന് വ്യാഖ്യാനിച്ചിട്ടാണ് ഇതിഹാസ പുരാണങ്ങള്, ഇവിടെ ശാസ്ത്രങ്ങള്, ഉപവേദങ്ങള് എല്ലാം ഉണ്ടായിട്ടുള്ളത്. അക്ഷരം എന്ന് പറയുന്ന ഏകമായ നാദബ്രഹ്മമായ ഓംകാരത്തെ വ്യാഖ്യാനിച്ചുകൊണ്ടാണ്. അതിനെ ഓരോ തലത്തിലും വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഭാരതീയമായ എല്ലാം, ഭാഷയടക്കം, സംഗീതമടക്കം, യോഗമടക്കം, പൂജാവിധികളടക്കം എല്ലാം ഇവിടെ ഉദ്ഭവിച്ചിട്ടുള്ളത്. അക്ഷരത്തെ ഏറ്റവും കൂടുതൽ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് മലയാള ദേശത്തുള്ള ആളുകളാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം. മലയാള ഭൂമിയിലുള്ള ആളുകളാണ് അക്ഷരത്തെ ഏറ്റവും കൂടുതൽ തള്ളിപ്പറഞ്ഞിട്ടുള്ളത്. അക്ഷരം എന്താണെന്ന് അറിയാത്തവർ അക്ഷരത്തെ തള്ളിപ്പറയുന്നു. അറിയുന്നവർക്ക് തള്ളിപ്പറയാൻ സാധിക്കില്ല. അക്ഷരത്തെ തള്ളിപ്പറയുന്നവർക്ക് ഏറ്റവും പ്രധാനമായി അവർ ആദ്യം ചെയ്യുന്നത് ദേവി ശക്തിയെ തള്ളിപ്പറയുകയാണ്. ദേവി ശക്തി എന്ന് പറയുന്നത് ആദിപരാശക്തിയായ ദേവി മൂകാംബികയാണ്. ദേവി മൂകാംബിക എന്ന് പറയുന്നത് മലയാള ഭാഷാംബയാണ്. മൂകാംബിക ഭാഷാംബയാണ്. ആ ഭാഷാംബയെ നമ്മൾ തള്ളിപ്പറഞ്ഞു. നമ്മളുടെ ദേശത്തുള്ള ആളുകൾ തള്ളിപ്പറഞ്ഞു. മലയാളത്തെ എല്ലാവരും തള്ളിപ്പറഞ്ഞു. ദേവിയെ തള്ളിയിട്ട്, ശക്തിയെ തള്ളിയിട്ട് ശിവനെ പ്രാപിക്കാൻ പറ്റുമെന്ന് ഏത് വിഡ്ഢിയാണ് മനസ്സിലാക്കിയത്? അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ട സമയമാണിത്. ശക്തിയില്ലെങ്കിൽ ശിവനില്ല, ശിവനില്ലെങ്കിൽ ശക്തിയില്ല. ഇത് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത്? അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ, അറിവിന്റെ ഏതെങ്കിലും ഒരു തലമുണ്ടെങ്കിൽ, ശൂദ്രതലം ഒഴിച്ച് ബാക്കിയുള്ള ഏത് തലത്തിലുള്ള 9 തലങ്ങളുണ്ട്, അതിൽ ശൂദ്രതലത്തിലുള്ളവർ എന്തും ചെയ്യും, എന്തും പറയും. അവർക്ക് അറിവിന്റെ ആ തലമില്ല. ആ തലത്തിലുള്ളവരിലേക്ക് അധപ്പതിച്ചിട്ടുള്ള മലയാളിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അവർ മലയാള ഭാഷയെ തള്ളിപ്പറഞ്ഞു. അതിൻ്റെ പിറകെ ബാക്കിയുള്ള തലങ്ങളിലുള്ള ആളുകളും സഞ്ചരിക്കേണ്ടതുണ്ടോ? ശൂ എന്ന് പറഞ്ഞാൽ ശൂന്യമാണ് ഇവിടെ അർത്ഥതലം വരുന്നത്. ദ്ര എന്ന് പറഞ്ഞാൽ ദ്രവ്യമാണ്. ശൂന്യമായ ദ്രവ്യത്തോടു കൂടിയവനാണ് ശൂദ്രൻ. ദ്രവ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അർത്ഥമാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ധനമാണ്. അപ്പോൾ അർത്ഥത്തിന് വേറെയും തലങ്ങളുണ്ട്. അർത്ഥത്തിന് ധനം എന്ന അർത്ഥം വരുമ്പോൾ അത് ലക്ഷ്മിയായി. ശക്തി എന്ന് അർത്ഥം വരുമ്പോൾ അത് ഭാഷാശക്തിയായി, അത് ദേവിശ്രീ പാർവതിയായി. അർത്ഥത്തിന് അർത്ഥം എന്നർത്ഥം വരുമ്പോൾ അത് ദേവി സരസ്വതിയായി. ഇതെല്ലാം ഒന്നാണെന്ന് നിങ്ങൾക്കറിയാം. അദ്വൈത തത്വം അതാണ്. ഈ അദ്വൈത തത്വമായിട്ടുള്ള, അദ്വൈത മൂർത്തിയായിട്ടുള്ള ആദിശങ്കരനാണ് മലയാള ഭാഷയെ അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഈ മലയാള ഭാഷ നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ അർത്ഥതലങ്ങൾ ആദ്യം മനസ്സിലാവണം. അതിനുശേഷം വേണം നമുക്ക് വേദത്തിലേക്ക് പ്രവേശിക്കാൻ. നമ്മളുടെ പ്രഭാഷണങ്ങളിൽ നമ്മൾ തീർച്ചയായിട്ടും പറയുന്ന ഒരു വിഷയമാണ്, എന്തുകൊണ്ടാണ് മലയാളി അധപ്പതിച്ചത്?
മലയാളിയുടെ സംസ്കാര ബോധം എവിടെയാണ് നഷ്ടപ്പെട്ടത്? മലയാളിയുടെ കുടുംബജീവിതം എവിടെയാണ് നഷ്ടപ്പെട്ടത്? മലയാളിയുടെ വ്യക്തിത്വം എവിടെയാണ് നഷ്ടപ്പെട്ടത്? ഇതെല്ലാ പ്രഭാഷണങ്ങളിലും നമ്മൾ പറയുന്ന ഒരു പ്രധാന വിഷയമാണ്. മലയാളിക്ക് ഇതെല്ലാം നഷ്ടപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളൂ. പ്രാണനായിട്ടുള്ള, ശക്തിയായിട്ടുള്ള, ഭാഷയായുള്ള, ദേവി മൂകാംബികയായിട്ടുള്ള ഭാഷയെ അവഗണിച്ചു എന്നുള്ളതാണ്. ബ്രഹ്മാവിൻ്റെ നിശ്വാസമാണ്, ബ്രഹ്മനിശ്വാസമാണ് വേദം. ശ്വാസമാണ് വേദം, പ്രാണനാണ് വേദം, ശക്തിയാണ് വേദം. ഈ പ്രാണൻ ഉപയോഗിച്ച് നിങ്ങൾ ഉച്ചരിക്കുന്നതാണ് ഭാരതീയ ഭാഷ. ഈ ഭാഷയ്ക്ക് ശക്തി ഉണ്ടാകണമെങ്കിൽ അതിൽ അർത്ഥം വേണം. അർത്ഥമില്ലാത്തത് അനർത്ഥമാണ്. ഭാരതത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷയെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് മലയാളികളാണ്. അവിടെ ശക്തിക്ഷയം സംഭവിക്കും. മാതൃഭാഷ മലയാളമാണ്. ആ ദേവിയെ തള്ളിപ്പറഞ്ഞവർക്ക് ശക്തിക്ഷയം തീർച്ചയായും നടക്കും. അതും നടന്നിരിക്കും. ഈ 9 അർത്ഥതലങ്ങളിൽ ശൂദ്രന്മാർക്ക് അവർക്ക് എന്തുമാവാം. ആ ശൂദ്രതലത്തിലേക്ക് അധപ്പതിച്ചവർക്ക് എന്തുമാകാം. അങ്ങനെ അല്ലാത്തവർക്ക് അതിൻ്റെ മുകളിൽ വൈശ്യതലമുണ്ട്. അത് ആളുകൾക്ക് മനസ്സിലാകുന്ന അർത്ഥതലമാണ് വൈശ്യതലം. ജാതി വ്യവസ്ഥയല്ല, അത് വർണ്ണവ്യവസ്ഥയല്ല. നമ്മളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്, വർണ്ണവ്യവസ്ഥയാണെന്നാണ്. വർണ്ണവ്യവസ്ഥയല്ല, ജാതിയല്ല, അർത്ഥതലമാണത്. വൈശ്യന്റെ മുകളിൽ ക്ഷത്രിയനുണ്ട്, അർത്ഥതലമാണ്, സംരക്ഷണത്തിൻ്റെ അർത്ഥതലമാണത്. അതിൻ്റെ മുകളിൽ ബ്രാഹ്മണനുണ്ട്, അർത്ഥതലമാണ്, ജാതിയല്ല. അതിൻ്റെ മുകളിൽ, ഏറ്റവും മുകളിൽ, പരമാർത്ഥതലത്തിൽ ശിവതലമുണ്ട്. 9 തലങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതോ 4 തലങ്ങളാണ്. അതിൽ ശൂദ്രതലം ആർക്കും പ്രാപ്തമാണ്. നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്ന കേരള എന്ന് പറഞ്ഞ് ഇടത്തിൽ ലഭിക്കുന്നത് മലയാള ദേശമല്ല. മലയാള ദേശം ഗോകർണം മുതൽ കന്യാകുമാരി അടക്കമാണ്. ആ ദേശത്ത് ലഭിക്കുന്നത് മലയാള ഭാഷയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് ശൂദ്രതലം ആർക്കും പ്രാപ്തമാണ്. ഇവിടെ വന്ന് പണിയെടുക്കുന്ന പുറമേ നിന്ന് വന്നിട്ടുള്ള അതിഥി തൊഴിലാളികളെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന അവരും മലയാളം പറയുന്നില്ലേ? അവർക്കും പ്രാപ്തമാകുന്നതാണ് ആ അർത്ഥതലം. അതെല്ലാവർക്കും പ്രാപ്തമാണ്. അതിൻ്റെ മുകളിലുള്ള തലം മുതൽ നിങ്ങൾ ആലോചിക്കണം. നിങ്ങളുടെ മനസ്സിലേക്ക് ഭാഷ വരേണ്ടത് ശൂദ്രാർത്ഥ തലത്തിന് മുകളിലുള്ള തലം മുതലാണ്. അതായത് ഒരാൾക്ക് നിലനിന്ന് പോകാൻ ആവശ്യമായിട്ടുള്ള ഒരു ജലത്തിൻ്റെ അളവാണ്. ആ അളവിനെയാണ് ശൂദ്രാർത്ഥ തലം എന്ന് പറയുന്നത്. ഒരു ചെറിയ പാത്രം, വെള്ളം, ജലം, ഒഴുക്കുള്ളത്, ചലിക്കുന്നത്, ഭാഷ, ശക്തി, ഒരു ചെറിയൊരു പാത്രത്തിൽ അത് അയാൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അത് അയാൾക്ക് കുടിക്കാം. അയാളുടെ നിലനിൽപ്പിൻ്റെ ശക്തിയാണത്. എല്ലാ ഭൂമിയിൽ ജനിക്കുന്ന, ഭാരതഭൂമിയിൽ ജനിക്കുന്ന, ജീവിക്കുന്ന എല്ലാവർക്കും പ്രാപ്തമായിട്ടുള്ളൊരു തലമാണത്. ഒരു ചെറിയ പാത്രത്തിൽ അവനവന് മാത്രം, പുറമേക്ക് കൊടുക്കാനില്ല, ആർക്കും കൊടുക്കാനില്ല. അവനവൻ്റെ കാര്യം മാത്രം നോക്കി പോകുന്ന ആളുകൾ, അത് ശൂദ്രതലത്തിലുള്ള ആളുകളാണ്. നിങ്ങൾ ആരെ വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഈ കാഴ്ച നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, നിങ്ങളുടെ അടുത്തുള്ളത് ശൂദ്രനാണോ? അവനവൻ്റെ മാത്രം കാര്യം നോക്കുന്നവനാണെങ്കിൽ അവൻ ആർക്കും ഒന്നും കൊടുക്കില്ല. കാരണം അവൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. കാരണം അവൻ്റെ കയ്യിൽ അവനറിയാം ആകെ കൂടി ഇത്രയേ ഉള്ളൂ. ഇത് അവനെങ്ങനെ കൊടുക്കും? അവൻ കൊടുക്കില്ല. അവനപ്പോൾ അത് പരമാവധി. കാരണം അത് പ്രാണനാണ്, അടിസ്ഥാന പ്രാണനാണത്. ഈ പ്രാണൻ പോയാൽ പിന്നെ ദേഹം
ദേഹത്തിൽ നിന്ന് ദേഹി പോയാൽ പ്രാണനില്ല. അത് ദേഹി എന്ന് പറയുന്നത് പ്രാണനാണ്. അത് പോയി കഴിഞ്ഞാൽ അതില്ല. ശക്തി പോയി കഴിഞ്ഞാൽ ശിവനില്ല, ജഡമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം, പുതിയ ഒരു കാര്യമല്ല. അതുകൊണ്ട് ശൂദ്ര, ശൂന്യമായ ദ്രവ്യത്തോടു കൂടിയവൻ, അർത്ഥത്തോടു കൂടിയവൻ, അർത്ഥതലത്തോടു കൂടിയവൻ, അവന് കൊടുക്കാൻ, ശൂന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാനില്ല എന്നാണ് അർത്ഥം വരുന്നത്. അടുത്തത് അതിൻ്റെ മുകളിൽ, അവിടെ മുതലാണ് നിങ്ങളുടെ വളർച്ച വരുന്നത്. മാതൃഭാഷ മലയാളത്തിലൂടെ നിങ്ങളുടെ വളർച്ച വരുന്നുണ്ടെങ്കിൽ, വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വളരേണ്ടത് ശൂദ്രാർത്ഥ തലത്തിൽ നിന്ന് വൈശ്യാർത്ഥ തലത്തിലേക്കാണ്. ഈ വൈശ്യാർത്ഥ തലത്തിൽ എൻ്റെ കൈവശം ഒരു കുടം വെള്ളമുണ്ട്. ഒരു കുടം വെള്ളമുണ്ട്. ഈ കുടത്തിലുള്ള വെള്ളം കൊണ്ട് എനിക്ക് ഒരുപാട് ശൂദ്രന്മാർക്ക് കൊടുക്കാൻ പറ്റും. ആ കുടത്തിലുള്ള വെള്ളം കൊണ്ട്, അർത്ഥം കൊണ്ട്, പ്രാണൻ കൊണ്ട്, ഭാഷ കൊണ്ട്, അർത്ഥതലം കൊണ്ട്, ശക്തി കൊണ്ട് എനിക്ക് ഒരുപാട് ശൂദ്രന്മാരുടെ പാത്രം നിറയ്ക്കാൻ സാധിക്കും. ആ കുടമാണ് വൈശ്യൻ. അതുകൊണ്ട് അവൻ എന്ത് ചെയ്യും? അവൻ്റെ കയ്യിലുള്ള കാര്യമൊക്കെ അവൻ വിൽക്കും. അവൻ്റെ കയ്യിൽ കൂടുതൽ ശൂദ്രന്മാർക്ക് കൊടുക്കാനുള്ള ജലം അവൻ്റെ കയ്യിലുണ്ട്, പ്രാണൻ അവൻ്റെ കയ്യിലുണ്ട്, ഭാഷ അവൻ്റെ കയ്യിലുണ്ട്, അർത്ഥതലം അവൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അവൻ വിൽക്കും. അവൻ എന്ത് ചെയ്യും? കൂടുതലുള്ളത് അവന് അത്ര ബോധമേ ഉള്ളൂ, ഇത് വിൽക്കാനുള്ളതാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അർത്ഥം വിൽക്കും. അവൻ അതിൻ്റെ പൈസ വാങ്ങിക്കും. അതിങ്ങോട്ട് തരിക, ഇതിന് ഇത്രയുണ്ട് ഫീസ്, ഇത് ഇത്രയ്ക്കാണ്, അത് ഇത്രയ്ക്കേ കൊടുക്കുള്ളൂ. ഇത് നിങ്ങൾ ഇതിന് കോഴ്സിൻ്റെ ഫീസാണ് ഇതിൻ്റെ ഇത് വരേണ്ടത്. അതുകൊണ്ട് ഇത് ഇത്ര രൂപ വരും. അപ്പോൾ കോഴ്സ് ഫീസ് വാങ്ങി, നിങ്ങളുടെ നിന്നൊക്കെ ഞാൻ കോഴ്സ് ഫീസ് വാങ്ങി. അങ്ങനെ വാങ്ങുമ്പോൾ ഞാൻ ആരായി? ഞാൻ വൈശ്യനായി. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ എൻ്റെ കയ്യിലുള്ള കുടത്തിൽ നിന്നുള്ളത് നിങ്ങളെപ്പോലുള്ള കുറേ ആളുകൾക്ക് വിൽക്കുകയാണ്. ഞാൻ വൈശ്യനാണ്, നിങ്ങൾ ശൂദ്രരാണ്. ശൂദ്രന്മാർക്ക് ഞാൻ വിൽക്കുകയാണ്. ഞാൻ വൈശ്യനാണ്. അപ്പം എനിക്ക് കുടത്തിൽ എൻ്റെ കയ്യിൽ വെള്ളം കിട്ടിയിട്ടുണ്ട്, എങ്ങനെയോ കിട്ടിയിട്ടുള്ളതാണ്, തോന്നിയ പോലെ ഞാനത് വിൽക്കും, വിലയും വാങ്ങിക്കും. അപ്പോൾ ഞാൻ എന്താ കണക്കാക്കുന്നത്? ഞാൻ കണക്കാക്കുന്നത് ഒരൊറ്റ കാര്യമാണ്, ലാഭം. എനിക്ക് ലാഭം കിട്ടി, ഇത്രയും ലാഭം കിട്ടി. എന്താണ് ലാഭം? എന്താണ് നഷ്ടം? ആർക്കറിയാം? ആർക്കാണ് അറിയുന്നത്? പരമാർത്ഥം അറിയുന്നവൻ അവനിരിക്കുന്നു, ശംഭു. അവൻ അവിടെ ഇരിക്കുന്നുണ്ട്, അവനറിയാം പരമാർത്ഥം. അതിൻ്റെ താഴെയുള്ള ആളുകൾക്കും ഒരുപാട് തലങ്ങളിലുള്ളവർക്കും അറിയാം പരമാർത്ഥം. ശൂദ്രൻ അറിയില്ല, വൈശ്യൻ അത് വിൽക്കാനുള്ളതാണ്, അവനും ആ പരമാർത്ഥം അറിയില്ല. അതുകൊണ്ട് അവൻ പൈസ വാങ്ങി, ധനം വാങ്ങി. അതുകൊണ്ടാണ് ഭാരതത്തിൽ വിദ്യ ഒരു കാലത്തും ധനം വാങ്ങി വിൽക്കാത്തത്. ഭാരതത്തിൽ ഒരു ഗുരുപരമ്പരയിലും ആരും തന്നെ ധനം വാങ്ങി, ധനം എന്ന് പറയുന്നത് ഇവിടെ പൈസ നമ്മൾ പറയുന്നു എന്ന് മാത്രം, ധനം അല്ലെങ്കിൽ പണം വാങ്ങി നമ്മളാരും ഭാരതത്തിൽ വിദ്യ വിൽക്കാറില്ല. വിദ്യാധനം സർവധനാൽ പ്രധാനം. സർവധനാൽ പ്രധാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഈ വിദ്യാധനം, അതിലും താഴെയുള്ള ഒരു കാര്യത്തിന് എങ്ങനെ വിൽക്കാൻ സാധിക്കും? വിദ്യ വിൽക്കാൻ സാധ്യമല്ല. അതായത് ഒരു ചെറിയ ഒരു രൂപ കൊടുത്തിട്ട്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറയാണ്, ഒരു രൂപ കൊടുത്തിട്ട് 500 രൂപ വാങ്ങിക്കാൻ സാധിക്കുമോ? വാങ്ങിക്കാൻ സാധിക്കില്ല. അതുപോലെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ധനം വിദ്യ. ആ വിദ്യയെ എങ്ങനെ നിങ്ങൾക്ക് മനുഷ്യനാൽ നിർമ്മിതമായ, നിസ്സാരമായ, അർത്ഥതലം ഒന്നുമില്ലാത്ത എന്തൊക്കെയോ കുറെ നാണയങ്ങളും കടലാസു തുണ്ടുകളും കൊടുത്ത് വാങ്ങിക്കാൻ കഴിയുമെന്ന് കരുതുന്ന നിങ്ങളാണ് ഇവിടെ വിഡ്ഢികളാക്കപ്പെടുന്നത്. വാങ്ങിക്കുന്നവർ, വൈശ്യനത എങ്ങനെ വേണമെങ്കിൽ വിൽക്കാം, അവന് പൊതിഞ്ഞ് നല്ല ഭംഗിയിലാക്കി വിൽക്കാം, അവന് നല്ല നല്ല രീതിയിൽ പരസ്യം ചെയ്യാം. ഞങ്ങൾ ഇത് വിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേദം പഠിക്കണമോ? നിങ്ങൾക്ക് വരാം, നിങ്ങൾക്ക് അറിവ് നിങ്ങൾക്ക് ഞാൻ നിറച്ചു തരാം, 2 ദിവസം കൊണ്ട് നിങ്ങൾക്ക് നിറച്ചു തരാം, 2 മാസം കൊണ്ട് നിങ്ങൾക്ക് പകർന്നു നൽകാം.
സാഗരം പോലെ അനന്തമായി കിടക്കുന്ന, ആകാശം പോലെ അനന്തമായി കിടക്കുന്ന ചിത് സ്വരൂപമായിട്ടുള്ള, ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള അക്ഷരത്തെയാണോ നിങ്ങൾ വിൽക്കുന്നത്? അതിനെയാണോ നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നത്? ശൂദ്രതലത്തിന്റെ മുകളിൽ വൈശ്യതലം, അതിനു മുകളിൽ വരുമ്പോൾ അത് ക്ഷത്രിയ തലമായി. ക്ഷത്രിയ തലം എന്ന് പറയുമ്പോൾ അവിടെ അവര് രാജാക്കന്മാരെ നിങ്ങൾക്ക് കണക്കാക്കാം. രാജാക്കന്മാരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് ക്ഷത്രിയന്മാർ, രാജാക്കന്മാരാണ്. അവര് നിങ്ങളിൽ നിന്ന് പൈസ വാങ്ങിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു രാജാവ് 2 ഉറുപ്പ്യ തരൂ, ഞാൻ നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ പറഞ്ഞുതരാം, ഒരു 550 രൂപ തരൂ. എന്തുകൊണ്ട് പറയുന്നില്ല? അവർ അക്ഷരത്തിൻ്റെ സംരക്ഷകരാണ്. അവര് കിണറുകളാണ്. ഒരുപാട് ശൂദ്രന്മാരുടെ ചെറിയ പാത്രങ്ങളിലേക്കും അതിനു മുകളിലുള്ള വൈശ്യന്മാരുടെ കുടങ്ങളിലേക്കും പകരാനുള്ള അറിവിൻ്റെ, ഭാഷയുടെ, ശക്തിയുടെ, പ്രാണന്റെ സംരക്ഷകരാണ് അവര്. അവരെ സംരക്ഷിക്കുക. നമ്മൾ കിണർ എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്? എങ്ങനെയാ കിണർ ഉണ്ടാക്കിയിട്ടുള്ളത്? കിണർ ജലത്തെ, ഊർജത്തെ, ഒഴുക്കിനെ, ശക്തിയെ, ദേവിയെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ഒരു കിണറ്റിൽ മുഴുവൻ അർത്ഥമാണ്, ദ്രവ്യമാണ്. ആ കിണറിൻ്റെ സംരക്ഷകരാണ് ക്ഷത്രിയന്മാർ. ഈ ക്ഷത്രിയ തലത്തിനെയാണ് നമ്മൾ ജാതിയായിട്ട് പറഞ്ഞത്, തെറ്റിദ്ധരിച്ചത്, നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചത്. കഴിഞ്ഞ 50-60 വർഷങ്ങളായി, 60-70 വർഷങ്ങളായി നമ്മളെ മലയാളികളെ വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ അർത്ഥതലത്തെ പറഞ്ഞിട്ടാണ്. ഈ അർത്ഥതലത്തിലാണ് ആളുകൾ മനസ്സിലാകാതെ രാജാക്കന്മാരായ, സംരക്ഷകരായ ക്ഷത്രിയരെ തള്ളിപ്പറഞ്ഞത്. അവർ അർത്ഥ സംരക്ഷകരാണ്. ക്ഷത്രിയരെ നമ്മൾ എന്തെന്നാ വിളിക്കുക? അവരെന്താ ചെയ്യുന്നത്? ക്ഷത്രിയരെന്താ ചെയ്യുന്നത്? അവരുടെ പ്രാണൻ കളഞ്ഞും അവർ ശക്തിയെ സംരക്ഷിക്കും. ശക്തിയുടെ അർത്ഥതല്ല നമ്മൾ 3 കണ്ടു. ശക്തി ശക്തിയായിരിക്കും, ശക്തി ധനമായിരിക്കും. ശക്തി ശക്തിയായിട്ടിരിക്കുമ്പോൾ അത് ആരാണ്? ദേവി ശ്രീ പാർവതിയാണ്. ശക്തി ധനമായിരിക്കുമ്പോൾ അത് ആരാണ്? അത് ദേവി ലക്ഷ്മിയാണ്, ശ്രീലക്ഷ്മിയാണ്. ശക്തി അർത്ഥമായിരിക്കുമ്പോൾ അത് ദേവി ശ്രീ സരസ്വതിയാണ്. അപ്പോൾ ഇതിലെ ഇവർ സംരക്ഷിക്കുകയാണ്. ഈ സംരക്ഷണം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരുപാട് ആളുകളിലേക്ക് ഈ ദ്രവ്യം, ശക്തി ഒഴുകും. ഇവരാണ്, ഈ സംരക്ഷകരാണ്. ഇവരാണ് നമ്മളെ സംരക്ഷിച്ചവർ ഇത്രയും കാലം. അതിൻ്റെ മുകളിലുള്ള ഒരു അർത്ഥതലത്തെയാണ്, അതിന് മുകളിലുള്ള അർത്ഥതലത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ബ്രാഹ്മണതലം. ബ്രാഹ്മണതലം എന്ന് പറഞ്ഞാൽ അതൊരു വലിയ തടാകമാണ്. ബ്രാഹ്മണതലം എന്ന് പറഞ്ഞാൽ ശക്തിയുടെ, ഭാഷയുടെ, അർത്ഥത്തിൻ്റെ, നിലനിൽപ്പിൻ്റെ, പ്രാണന്റെ തലമാണ്, തടാകമാണ്. ഒരുപാട് കിണറുകളിലേക്ക്, ഒരുപാട് കുടങ്ങളിലേക്ക്, ഒരുപാട് ചെറിയ ശൂദ്രപാത്രങ്ങളിലേക്ക് നിറയ്ക്കാനുള്ള ദ്രവ്യം അഥവാ സമ്പത്ത് അഥവാ അർത്ഥം അഥവാ ഭാഷ അഥവാ ശക്തി അത് ബ്രാഹ്മണന്റെ കയ്യിലുണ്ട്. അവൻ അറിവ് സംഭരിച്ചവനാണ്. വിശാലമായ തടാകങ്ങളാണ് ബ്രാഹ്മണര് എന്ന് പറയുന്നത്. വ്യത്യാസമുണ്ട്. ബ്രാഹ്മണ എന്ന് പറയുമ്പോൾ പല തരത്തിൽ അത് വ്യാഖ്യാനിക്കാൻ പറയും. ബ്രഹ്മത്തെ അറിഞ്ഞവൻ എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മമായി, അല്ലെങ്കിൽ ബ്രഹ്മമായി. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മമല്ലാതെ വേറെ എന്താണ്? അപ്പോൾ ബ്രാഹ്മണൻ ബ്രഹ്മത്തെ അറിഞ്ഞവനാണോ?
ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മമാണ്, അല്ലേ? ഞാൻ എന്നെ അറിയുന്നുണ്ടെങ്കിൽ ഞാനാണ്, ഞാൻ വേറെ ആളല്ല. ഞാൻ ബ്രഹ്മത്തെ അറിഞ്ഞാൽ ഞാൻ ബ്രഹ്മമാണ്. അപ്പോൾ ബ്രാഹ്മണൻ ബ്രഹ്മമല്ലല്ലോ. അപ്പൊ ബ്രാഹ്മണൻ ആരാണ്? നമ്മൾ താഴെ നിന്ന് 9 തലങ്ങൾ മുകളിലേക്ക് എണ്ണിക്കൊണ്ടിരിക്കുക. അതിൽ 4ാമത്തെ തലത്തിൽ ഇപ്പൊ ബ്രാഹ്മണനെത്തി. അപ്പൊ എന്തായാലും അത് ബ്രഹ്മതലമല്ല. പക്ഷേ ബ്രഹ്മതലം എന്ന് പറയുന്നതിൻ്റെ ആരംഭത്തിലെ തുടക്കത്തിൻ്റെ ആ സോപാനത്തിൻ്റെ ആദ്യത്തെ പടിയാണ് ബ്രാഹ്മണൻ. വേദത്തില് ബ്രാഹ്മണങ്ങളുണ്ട്, ആരണ്യകങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് ഈ ബ്രാഹ്മണം? ബ്രാഹ്മണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിൻ്റെ മണം കിട്ടിയിരിക്കുന്നു നമുക്ക്. ബ്രഹ്മം എന്ന് പറയുന്നത് നിലനിൽക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ആശയമാകുന്ന ഗന്ധം, ആ ഗന്ധം നമുക്ക് കിട്ടിയിരിക്കുന്നു, സുഗന്ധം നമുക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ബ്രഹ്മത്തിലേക്കുള്ള പാതയിലാണ്. ബ്രഹ്മം എന്ന് പറയുന്നതിലേക്കുള്ള ആ വഴിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. അതിൻ്റെ ഗന്ധം കിട്ടിയിരിക്കുന്നു. ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത്? ആ ഗന്ധം കിട്ടി, ആ ഗന്ധത്തിലൂടെ നമ്മൾ അതിൻ്റെ സ്രോതസ് അന്വേഷിച്ച് പോവുകയാണ്. അക്ഷരമായ ഗന്ധത്തിലേക്ക്, അതിലേക്കുള്ള ആരംഭമാണ് ബ്രാഹ്മണ. ആ സുഗന്ധം നമുക്ക് ലഭ്യമായി. ഇനിയും എത്രയോ കാതം സഞ്ചരിക്കാനുണ്ട്, ഇനിയും എത്രയോ യോജന സഞ്ചരിക്കാനുണ്ട്, ഇനിയും എത്രയോ നാഴിക സഞ്ചരിക്കാനുണ്ട് ബ്രഹ്മത്തിങ്കിലെത്താൻ. അതിൻ്റെ ആദ്യത്തെ പടിയാണ്, ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ സോപാനത്തിൻ്റെ പടിയാണ് ബ്രാഹ്മണൻ. അതിൻ്റെ മുകളിൽ 5ാമത്തെ തലം, അതിൻ്റെ മുകളിൽ 6, 7, 8, 9 പരമാത്മാവിൽ വിലയം, ശിവതലത്തിൽ വിലയം. സർവം മംഗളമസ്തു എന്ന് നമ്മൾ പറയുന്ന അതിൽ വിലയം, ഓംകാരത്തിൽ വിലയം, നാദബ്രഹ്മത്തിൽ വിലയം. ഈ വിലയമാണ് മുക്തി അഥവാ മോക്ഷം എന്ന് പറയുന്ന ഭാരതീയ തത്വം പഠിപ്പിക്കുന്നത്. അക്ഷരമേകമേ ഉള്ളൂ. ഈ അക്ഷരം ഉണർന്ന നാടാണ് ഭാരതം. ഈ പ്രപഞ്ചത്തിൽ അക്ഷരം ഉണർന്ന ഏക നാട് എന്ന് പറയുന്നത് ഭാരതഭൂമിയാണ്. നിങ്ങൾ നോക്കുക, ഓംകാരം എന്ന് പറഞ്ഞത് ഉണർന്ന നാട്. വേറെ ഈ ഭൂമി മലയാളത്തിലും ഭൂമി ഭാരതത്തിലും ഭാരതഭൂമിയിലും അല്ലാതെ അക്ഷരം ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഉണർന്നിട്ടില്ല. നാദബ്രഹ്മമായിട്ടുള്ള പരമശിവൻ നമ്മുടെ സ്ഥലത്തെ ഭാരതഭൂമിയിൽ കൈലാസത്തല ഇരിപ്പ്. എന്താ അവിടെ ഇരിക്കുന്നത്? അക്ഷരം ഉണർന്ന നാടാണ് ഭാരതം. അത് നമ്മൾ ഒരിക്കലും ചെറുതായി കാണരുത്. അക്ഷരമല്ലാതെ ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെയില്ല. ആ അക്ഷരത്തിൽ നിന്ന് ഉൽപ്പന്നമായതാണ് ഭാരതീയമായ എല്ലാതും. അക്ഷരത്തിൻ്റെ ശുദ്ധമാകുന്ന വ്യാഖ്യാനങ്ങളാണ് ഭാരതീയമായ കലയും സാഹിത്യവും ഭാഷയും ശാസ്ത്രവും ഉപവേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും എല്ലാം. ഭാരതീയമാകുന്നതെന്തോ അതിനെ നമ്മൾ വന്ദിക്കണം. കാരണം ഭാഷയിൽ നിന്ന് ഉത്പന്നമാകുന്ന ശക്തിയാണത്. വ്യാഖ്യാനം എന്ന് പറയുന്ന അർത്ഥമാണത്. ദേവി ശ്രീ പാർവതിയാണത്, ദേവി സരസ്വതിയാണത്, ദേവി ലക്ഷ്മിയാണത്, ശ്രീ ലക്ഷ്മിയാണത്. ഈ ശക്തിയാണത്, എല്ലാമാണത്, അർത്ഥമാണത്. ആ അർത്ഥത്തെ പ്രാപ്തമാക്കാനാണ് നമ്മൾ ഇവിടെ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. പരമാർത്ഥ തലത്തിലേക്ക് എത്തുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ശൂദ്രതലം ഉപേക്ഷിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിനു മുകളിലുള്ള വൈശ്യതലം കൂടി നമ്മൾ ഉപേക്ഷിക്കണം. അതിനു മുകളിൽ നമുക്ക് സംരക്ഷണമാവാം. ക്ഷത്രിയരായി നമ്മൾ സ്വയം പരിവർത്തനം ചെയ്യുമ്പോൾ നമ്മുടെ കൊടുക്കാനുള്ള അറിവ്, ഒരു കുടങ്ങൾ നിറയെ കൊടുക്കാനുള്ള അറിവുണ്ടെങ്കിൽ, ചെറിയ ചെറിയ പാത്രങ്ങൾ നിറയെ കൊടുക്കാനുള്ള അറിവുണ്ടെങ്കിൽ അതിനെ കെട്ടി സംരക്ഷിച്ച് നമുക്ക് ക്ഷത്രിയന്മാരുടെ അവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് ഉയരാൻ നമ്മൾ ശ്രമിക്കണം. അർത്ഥതലം നമുക്ക് മനസ്സിലാകണം.
ഈ അർത്ഥതലമാണ് നമ്മൾ മാതൃഭാഷ മലയാളത്തിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ ഏത് സ്ഥലത്ത് പോയാലും, ഭാരതഭൂമിയിലെ ഏത് സ്ഥലത്ത് പോയാലും മലയാളത്തെ പോലെ മലയാളികൾ തള്ളിക്കളയുന്ന ഒരു മാതൃഭാഷ ഇല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാവും. മലയാള ഭൂമിയിലെ ഭൂരിഭാഗം ആളുകളും തള്ളിക്കളഞ്ഞിട്ടുള്ള, നിസ്സാരമായി കരുതുന്ന മാതൃഭാഷ മലയാളത്തിൻ്റെ അഭാവം കൊണ്ടാണ് നമ്മുടെ മലയാള ഭൂമിയിൽ ഇത്രയും അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്. അർത്ഥമറിയില്ല, മലയാളം അറിയില്ല. മലയാളം അറിയില്ല എന്ന് പറയുന്നത്, മാതൃഭാഷ മലയാളത്തെ അറിയില്ല എന്ന് പറയുന്നത്, ദേവിശക്തിയെ അറിയില്ല എന്ന് പറയുന്നത്. നിങ്ങൾ എത്ര ക്ഷേത്രങ്ങളിൽ നിങ്ങൾ പോയി തൊഴുതോളൂ, സ്വന്തം മാതൃഭാഷയെ തള്ളിപ്പറഞ്ഞ് നിങ്ങൾ ശക്തിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നിങ്ങൾ എവിടെ തൊഴുതാലും നിങ്ങൾ തൊഴുന്നത് ദേവിശ്രീ പാർവതിയെയാണ്. ലക്ഷ്മിയെ തൊഴുതാലും സരസ്വതിയെ തൊഴുതാലും നിങ്ങൾ തൊഴുന്നത് ആദിപരാശക്തിയെയാണ്. ഈ ആദിപരാശക്തിയാണ് ദേവി മൂകാംബിക. ആ ദേവി മൂകാംബികയാണ് കൊല്ലൂരിയിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ ചൈതന്യങ്ങളോടും കൂടിയാണ് ദേവി അവിടെ വിരാജിക്കുന്നത്. അത് ആദിപരാശക്തിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കൊല്ലൂരിയിരിക്കുന്നത് മലയാള ഭാഷാംബയാണെന്ന് നിങ്ങൾക്കറിയാം. ആദിപരാശക്തിയാണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ ആദിപരാശക്തിയെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല? മലയാളികളോട് ചോദിക്കാനുള്ള കാര്യം ഇതാണ്. ആദിപരാശക്തിയെ സ്വീകരിക്കാതെ ശിവനിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തും? പരമാർത്ഥത്തിലേക്ക് നിങ്ങൾ എങ്ങനെ എത്തും? എല്ലാവരും പറഞ്ഞിട്ടുണ്ട് സംസ്കൃതം ഞങ്ങൾക്കറിയാം, സംസ്കൃതം ഞങ്ങൾ പഠിക്കുന്നുണ്ട്. എന്താണ് സംസ്കൃതം എന്ന് എത്ര പേർക്ക് അറിയാം? സംസ്കൃതം, സംസ്കൃതി എത്ര പേർക്കറിയാം? അർത്ഥം എത്ര പേർക്കറിയാം? എല്ലാവരും പറയുന്നുണ്ട് സംസ്കാര സംസ്കൃതികൾ. എന്താണ് ഈ സംസ്കാരം? എന്താണ് സംസ്കൃതി? സംസ്കൃതം. ഈ സംസ്കൃതം എന്ന് പറയുന്ന ദേവഭാഷയ്ക്ക് ലിപിയില്ല എന്ന് എത്ര പേർക്കറിയാം? ദേവനാഗരി ലിപിയിലാണ് നിങ്ങളെല്ലാം സംസ്കൃതം പഠിക്കുന്നത്. സംസ്കൃതം എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കുന്നത് ദേവനാഗരി ലിപിയിലാണ്. സംസ്കൃതത്തിന് ലിപിയില്ല, ദേവഭാഷയ്ക്ക് ലിപിയില്ല. ദേവന്മാര് ലിപിയിലല്ല സംസാരിക്കുന്നത്, അവര് ശബ്ദത്തിലും സ്വരത്തിലുമാണ് സംസാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ പഠിക്കുന്ന സംസ്കൃതം എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. സംസ്കൃതിയിൽ നമ്മൾ മനസ്സിലാവുന്ന ഒരു കൃതി നമുക്ക് അതിൽ കാണുന്നുണ്ട്. കൃതി എന്താണ്? കൃതി, ഉത്കൃഷ്ട കൃതി എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഉത്കൃഷ്ട കൃതി. അപ്പോ ആ കൃതി എന്ത്? ആ കൃതി എന്ത്? ആകൃതി എന്ത്? അക്ഷരകൃതികളാണത്, അക്ഷരാകൃതികളാണത്. അത് ലിപിയല്ല, സ്വരങ്ങളാണ്. സ്വരങ്ങളാണെങ്കിൽ സ്വരങ്ങളുടെ അർത്ഥമാണ്. അർത്ഥം എവിടെ? അർത്ഥമാണ് ആദിപരാശക്തി. അക്ഷരമറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശക്തിയെയും അറിയണം. ശക്തി അറിയാതെ നിങ്ങൾ ശക്തിക്ഷയം സംഭവിച്ചവരായി മാറും, നിങ്ങൾക്കതറിയുന്നില്ലെങ്കിൽ. ഈ അർത്ഥത്തിലേക്കാണ് നമ്മൾ വരുന്നത്. അക്ഷരത്തെ, ഓംകാരം എന്ന് പറയുന്ന ഏകാക്ഷരത്തെ, അദ്വൈതാക്ഷരത്തെ, നാദബ്രഹ്മത്തെ നമ്മൾ നാലായി ഭാരതീയർ മനസ്സിലാക്കി, 4 കഷ്ണങ്ങളാക്കി. അതിലെന്തൊക്കെയാണ് ഉള്ളത് എന്ന് ആലോചിച്ച് അവർക്ക് ദർശനം കിട്ടി, അവരത് മനസ്സിലാക്കി. ആ എന്നുള്ളൊരു അക്ഷരമുണ്ട്, ഉ എന്നുള്ള അക്ഷരമുണ്ട്, മ എന്നുള്ളൊരു അക്ഷരമുണ്ട്, പിന്നെ ഒരു നിശബ്ദാക്ഷരമുണ്ട്. ഒരു സ്വരം കാണുന്നുണ്ടല്ലോ, ഒരു നിശബ്ദം. 4. ഈ 4 തന്നെയാണ് വേദത്തെ 4ആയിട്ടാണ് പകുത്തിട്ടുള്ളത്. വേദങ്ങൾ 4 അല്ല. വേദമേതമീതി ഒരൊറ്റ വേദമേ ഉള്ളൂ. നമ്മളോട് പറയുന്ന 4 വേദങ്ങളുണ്ട്. 4 വേദങ്ങളില്ല, വേദം ഒന്നാണ്. കാരണം അക്ഷരം തന്നെയാണ് വേദമായിരിക്കുന്നത്. അക്ഷരം 4 ആ, ഈ, ആ, മ, ഉ
പിന്നെ നിശബ്ദം എന്ന് പറയുന്നത് 4 അക്ഷരങ്ങളല്ല, അക്ഷരത്തിൻ്റെ 4 ഭാഗങ്ങളാണ്. അത് ഏതിൽ നിന്ന് ഉൽപ്പന്നമാകുന്നതാണ്? ഓംകാരത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്നതാണ്. ഈ ഓംകാരത്തിൽ നിന്ന് ഉൽപ്പന്നമാകുന്ന 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അന്യമല്ല, അത് ഒന്ന് തന്നെയാണ്. അത് ഓംകാരത്തിൽ ലയിക്കും ഈ 4. ഇത് തന്നെയാണ് വേദവും. വേദം ഏകമാണ്. 4 പറയുന്നു. ഋഗ്, യജുർ, സാമം, അഥർവം. ഇത് 4 പറയുന്നു. ഇതിൽ നിശബ്ദം എന്ന് പറയുന്ന സ്ഥാനത്ത് ഇരിക്കുന്നത് അഥർവവേദമാണ്. അതുകൊണ്ടാണ് അഥർവത്തിൽ അധികം ആളുകൾ മുന്നോട്ട് പോവാത്തത്. ആളുകൾ അഥർവവേദത്തിന് വലിയ സ്ഥാനം കൊടുക്കുന്നില്ല. പക്ഷെ വേദത്തിന്റെ ഭാഗമാണെങ്കിൽ ഏതും നിങ്ങൾക്ക് സ്വീകരിക്കാം. വേദത്തിന്റെ ഭാഗമാണ് അഥർവം. അപ്പൊ ഈ 4 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ലളിതമായ രീതിയിൽ ആളുകൾ പറഞ്ഞു തന്നിട്ടുള്ള, എല്ലാവർക്കും അറിയാവുന്ന 5. 4 നിന്ന് അടുത്തത് കൂട്ടുമ്പോൾ 5 തരുന്നു. അതിൽ നമുക്ക് 5 വേദം എന്ന് പറയുന്നുണ്ട്, പഞ്ചമവേദം എന്നും പറയുന്നുണ്ട്. 5 കൂട്ടുന്നത് നമ്മൾ പറയുന്ന 5ാമത്തെ 5 അക്ഷരങ്ങൾ എടുക്കുന്ന നമ ശിവായയാണ്. അത് ദേവതലത്തിലെ പരമ അർത്ഥതലത്തിലേക്കുള്ള ഒരു പ്രവേശികയായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നമശിവായ, അതിൽ 5. പിന്നെ അതിൽ നിന്നും കൂടുതൽ എണ്ണത്തിലേക്ക് അത് പെരുകുകയാണ്. 7ലേക്ക് പെരുകുമ്പോൾ അത് സപ്തസ്വരങ്ങളാകുന്നു, സപ്തവർണ്ണങ്ങളാകുന്നു. സ രേ ഗ മ പ ധ നീ, സപ്തസ്വരങ്ങളായി മാറുന്നു. അത് സംഗീതമാകുന്നു. അത് കഴിഞ്ഞാൽ 8ലേക്ക് കിടക്കുമ്പോൾ അത് ഏതാ വരുന്നേ? 8ാമത്തെ വിഷ്ണുവിന്റെ നാമമാണ് വരുന്നത്. 8. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാണ് അക്ഷരങ്ങളുടെ മായാക്കാഴ്ചകൾ. അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ അക്ഷരത്തിൽ നിന്ന് ഉൽപ്പന്നമായവയുടെ മായാക്കാഴ്ചകൾ 8ൽ നിന്നാണ് തുടങ്ങണേ. 8ന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാം. 8ലിരിക്കുന്നത് വിഷ്ണുവാണ്. അവിടെ അങ്ങേരുടെ ഒപ്പം ഇരിക്കുന്ന ആരാണെന്ന് നിങ്ങൾക്ക് അറിയാം. സ്വയം മായയാണ്. അമ്മേ നാരായണ എന്നാ നമ്മൾ വിളിക്കുന്നത്. ആരെയും അമ്മേ നാരായണ എന്ന് വിളിക്കുന്നത്? എന്തേ അമ്മേ എന്ന് വിളിക്കുന്നത്? അമ്മേ നാരായണ നമ്മൾ വിളിക്കണ്ടേ? എല്ലാവരും വിളിക്കണ്ടേ? അത് ഞാനും വിളിക്കുന്നു. ഈ അമ്മേ നാരായണ എന്ന് വിളിക്കുമ്പോൾ അത് പുരുഷസ്ഥാനത്തല്ലല്ലോ ഇരിക്കുന്നത്. ഇപ്പൊ ആ വിളി പുരുഷസ്ഥാനത്തല്ലല്ലോ. അക്ഷരത്തിലും സ്വരത്തിലും അർത്ഥം കണ്ടെത്തിയിട്ടുള്ള, അക്ഷരമുണർന്നിട്ടുള്ള ഭാരതത്തിൽ വെറുതെ അങ്ങോട്ട് അമ്മേ നാരായണ എന്ന് വിളിക്കുമോ? വിളിക്കില്ല. മായാക്കാഴ്ചകൾ 8ൽ ആരംഭിക്കുന്നു. അത് ഭാഷയായി അർത്ഥതലമായും വിഭജിച്ച് 51 അക്ഷരത്തിലെത്തുമ്പോൾ അവിടെ ദേവി മൂകാംബിക ഇരിക്കുന്നുണ്ട്. 51 അക്ഷരത്തിൽ വിരാജിച്ചിരിക്കുന്നവളാണവൾ, ദേവി ശ്രീ മൂകാംബിക. 51 അക്ഷരാളി അവിടെ ഇരിക്കുന്നുണ്ട്. അത്രയും അർത്ഥതലങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം എൻ്റെ അടുത്തേക്ക് വരും, നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ തരാന്ന് പറഞ്ഞിട്ട് ദേവി ഇരിക്കുന്നത്. ശക്തി സ്വരൂപിണിയാണവൾ. ശക്തി സ്വരൂപിണിയാണ്. ഈ ശക്തി സ്വരൂപിണിയായ ദേവി ആ അർത്ഥതലത്തിലേക്ക്, മലയാളത്തിലേക്ക് എത്താനുള്ള ശ്രമമാണ് നമ്മളിവിടെ നടത്തുന്നത്. ആ അർത്ഥം കൈവിട്ടുപോയി. അർത്ഥരഹിതമായ കേരള ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ ശിരസ്, മലയാള ഭൂമിയുടെ ശിരസ്സാകുന്ന ക്ഷേത്രം മുറിച്ചു മാറ്റി. ജിഹ്വയാകുന്ന ദേവി മൂകാംബികയുള്ള കൊല്ലൂരടക്കമുള്ള സ്ഥലം കർണാടകയ്ക്ക് കൊടുത്തു. ശിരസ് പോയി. ഗോകർണ ശിവനും പോയി. നാവ് ഭാഷാശക്തിയും പോയി. വെറുതെ പോയിട്ടുള്ളതല്ല, അറിഞ്ഞു മുറിച്ചിട്ടുള്ളതാണ്. മലയാള ദേശമാണ് ഗോകർണം അടക്കമുള്ളത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കളരി ഏതാ? കളരിയുടെ ദേശം ഏതാ? ഇവിടുന്ന് അങ്ങോട്ട് പോയി വടക്ക് ഭാഗം കഴിഞ്ഞ്
വടക്കൻ കളരി കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഏതാ? തെക്കൻ കളരി, വടക്കൻ കളരി, അത് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് തുളുനാട്. ഈ തുളുനാടാണത് മലയാള ദേശം. ഗോകർണം മുതൽ ഇങ്ങോട്ടുള്ള മലയാള ദേശത്തിന് മുറിച്ചു കൊടുത്തു. ആരും അറിഞ്ഞില്ല. എന്തേ അറിയാഞ്ഞത്? കാരണം അർത്ഥം നഷ്ടപ്പെട്ട മലയാളിയാണ് ഇവിടെ ഉള്ളത്. അർത്ഥം അറിയില്ല. അവൻ പോയി തൊഴും, പോണ്ടടത്തേക്കൊക്കെ പോവും, കണ്ണടച്ചും നോക്കും, 5 ഉറുപ്പ്യ ഇട്ടിട്ട് 10 ഉറുപ്പ്യ കിട്ടുമെന്ന് നോക്കും. മലയാളിക്ക് അർത്ഥം നഷ്ടപ്പെടുത്തി. ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1956. നമുക്ക് ഭാരതത്തിൽ അങ്ങനെ 1956 എന്ന് പറഞ്ഞിട്ടുള്ളൂ. ദർ ഈസ് നോ ഇയർ. അങ്ങനെ ഒരു ഇയർ ഇല്ല. നമുക്ക് കലിവർഷം, സത്യയുഗം, അങ്ങനെ യുഗങ്ങളാണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരം, കലി, വീണ്ടും സത്യം. ഇപ്പൊ 5 വർഷമായി സത്യം തുടങ്ങിയിട്ട് വീണ്ടും. ആരെങ്കിലും അറിഞ്ഞോ? ആളുകൾ ഇപ്പോഴും വിചാരിക്കുകയാണ് കലിയിലിരിക്കുന്നത്. എന്നാൽ കലിയിലിരിക്കണവർ കലിയിലിരിക്കാം. നിങ്ങൾക്ക് കലിയിലിരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കലിയിലിരുന്നോളൂ. ഭൂമിയിൽ ആരും ചോദിക്കാനില്ല. കലിയിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ്. നിങ്ങൾ സത്യത്തിലാണ് ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടമാണ്. കാരണം ഭാരതീയരത് മനസ്സിലാക്കിയിട്ട് അവർ പറഞ്ഞു. അവരെന്താ പറഞ്ഞെന്നറിയോ? അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു, ഞാനാണ് തീരുമാനിക്കുന്നത്, ഞാൻ തീരുമാനിക്കുന്നു ഞാൻ എവിടെ ഇരിക്കുന്നത്, ഞാൻ ഇരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇരിപ്പിടങ്ങൾക്ക് പ്രസക്തി വരുന്നത്. അതുകൊണ്ടാണ് നമ്മളുടെ ബിംബങ്ങൾ മുഴുവൻ പീഠത്തിൽ പ്രതിഷ്ഠിക്കുന്നത്. ഇരിപ്പിടത്തിലാണ് പ്രതിഷ്ഠിക്കുന്നത്. അമ്പലം എന്താണ്? പ്രാണശക്തിയെ ആവാഹിച്ചെടുത്ത് ബിംബത്തിലേക്ക് കൊടുത്ത് ആ ബിംബത്തിനെ പീഠത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. പീഠത്തിലാണ് ഇരുത്തിയിട്ടുള്ളത്. എവിടെ നിങ്ങൾ പോയാണെങ്കിൽ പോയിക്കോ, അവിടെ ഒരു പീഠം കാണും. ആ പീഠം ആരാണ്? പീഠം ശക്തിയാണ്. ആ പീഠത്തിൽ ഇരുത്തിയേക്കണം, അവിടെ ഇരിക്കും. ശിവനെ ആരെങ്കിലും പീഠം വെച്ചിട്ട് ഇരുത്താറുണ്ടോ? പീഠം വെച്ചിട്ട് ഇരിക്കേ എന്ന് പറഞ്ഞിട്ട് ശിവനെ ഇരുത്താൻ പറ്റുമോ? ശിവന് പീഠമില്ല. ശിവൻ തെണ്ടി നടക്കുകയാണ്. ഭിക്ഷാന്തേഹി, അഹം ഭിക്ഷാന്തേഹി. കയ്യിലൊരു തലോട്ടിയുണ്ട്. എല്ലാത്തിനും ഉപരിയായിട്ടുള്ളവൻ, സർവസംഘ പരിത്യാഗിയായിട്ടുള്ള മഹാദേവൻ തെണ്ടി നടക്കുകയാണ്. എന്തേലും തരുമോ? തന്നോളോ. എന്നാ ഇയാൾ തന്നെയാ എല്ലാവർക്കും കൊടുക്കുന്നത്. നമ്മൾ എവിടേക്കാണ് നമ്മൾ പോകേണ്ടത്? ഈ പറയുന്ന അർത്ഥതലങ്ങളിലേക്ക് പോകണം. അർത്ഥം കൊടുക്കുന്നത് ശിവനാണ്, അത് ശക്തിയുമാണ്. അപ്പോൾ അവിടെ വരെയുള്ള സ്ഥലം മുറിച്ചു കൊടുത്തു കർണാടകയ്ക്ക്. കന്യാകുമാരി, തിരുവനന്തപുരം കഴിഞ്ഞ് മായ അവിടെ കിടക്കുന്നുണ്ട്. മായ അവിടെ ഇങ്ങനെ ഭംഗിയായി കിടക്കുന്നുണ്ട്. വിഷ്ണുവിൻ്റെ ആ വലിയ രൂപത്തിൽ അവിടെ കിടക്കുന്നുണ്ട്. എവിടെ? തിരുവനന്തപുരത്ത് കിടക്കുന്നുണ്ട്. പത്മനാഭസ്വാമി അവിടെ കിടക്കുന്നുണ്ട്. ഇങ്ങനെ കിടക്കണ. എന്തുണ്ടാവണേ നോക്കാം. അപ്പൊ ബാക്കിയുള്ളവരെ ആലോചിക്കുകയാണ്, എന്നാ വെച്ചാൽ മറ്റേ ആ നിലവറ തുറക്കോ, ഈ നിലവറ തുറക്കോ, അതിൻ്റെ ഉള്ളിൽ ഇത്ര ഉണ്ടെങ്കിൽ ഇത് ആളുകളുടെ ശ്രദ്ധ അതിലേക്കേ പോണത്. അങ്ങനെ ഉണ്ടാവും. കാരണം ആളുകൾ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ലക്ഷ്മി വിഷ്ണുവിൻ്റെ ഒപ്പം ഇരിക്കും. വേറെ എവിടെ ഇരിക്കാൻ പറ്റില്ല. വിഷ്ണുവിൻ്റെ ഒപ്പം ഇരിക്കുള്ളൂ. എങ്ങോട്ട് പോയാലും ലക്ഷ്മി അവിടേക്ക് തിരിച്ചു വരും. ശക്തി ശിവന്റെ ഒപ്പം ഇരിക്കും. എങ്ങോട്ട് പോയാലും അവിടേക്ക് തിരിച്ചു വരും. അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മളിപ്പോ വിളിച്ചു പറഞ്ഞു പോവല്ലേ, ദേവനെ ദേവിയെ, അപ്പൊ തന്നെ ദേവിനെ വിളിക്കുന്നുണ്ട്. ഏതിൻ്റെയും ഒപ്പം പുരുഷന്റെ ഒപ്പം സ്ത്രീയുണ്ട്. അത് ശക്തിയാണ്. ഈ ശക്തി ശിവനിൽ നിന്ന് ഉൽപ്പന്നമാകുന്നതാണ്. അക്ഷരത്തിൽ നിന്ന് അർത്ഥം ഉൽപ്പന്നമാകുന്നത് പോലെ. അപ്പോൾ മലയാള ഭാഷയിലേക്ക് നമ്മൾ വരുന്നു. മലയാള ഭാഷയിലെ തിരുവനന്തപുരം കഴിഞ്ഞിട്ടുള്ള ഭാഗം അവർ തമിഴ്നാട്ടിന് മുറിച്ചു കൊടുത്തു. അപ്പോൾ മലയാള ഭൂമിയെ 3 കഷ്ണാക്കി.
ശിരസും പാദവും ഇല്ലെങ്കിൽ, ജിഹ്വ ഇല്ലെങ്കിൽ, പ്രാണനില്ലെങ്കിൽ ഓർത്തു വയ്ക്കുക, പ്രാണനില്ലെങ്കിൽ അതെന്താണ്? ശിരസും പാദവും മുറിച്ച് കളഞ്ഞത് എന്താണ്? കബന്ധമാണ്, അർത്ഥമില്ലാത്തതാണ്, അനർത്ഥമാണ്. ആ അനർത്ഥമല്ലേ കേരളയിൽ നടക്കുന്നത്? ഇത്രയും മനസ്സിലാക്കാൻ ഒരു അർത്ഥതലം, ശൂദ്രൻ്റെയും വൈശ്യൻ്റെയും മുകളിലൊരു തലം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒന്നുകിൽ ക്ഷത്രിയ അർത്ഥം മനസ്സിലാക്കുക, ആ തലത്തിലേക്ക് എത്തുക, അതല്ലെങ്കിൽ ബ്രാഹ്മണ അർത്ഥതലത്തിലേക്ക് എത്തുക. അതിന് മുകളിലുള്ള ഏത് തലത്തിലേക്ക് എത്തിയാലും നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് അനർത്ഥം നടക്കുന്നു. അർത്ഥമില്ലാത്തത് അനർത്ഥം, അതെല്ലാവർക്കും അറിയാം. അനർത്ഥം എവിടെ വരെ പോവും? അനർത്ഥം മരണം വരെ പോവും, ജഡത്വത്തിലേക്ക് നയിക്കും. അങ്ങനെയുള്ള ഒരു ജഡമാണ്, കബന്ധമാണ്, ബന്ധമില്ലാത്തതാണ്. ശിവനും ശക്തിയും തമ്മിലുള്ള ബന്ധമില്ലാത്തതാണ് കേരള. അത് മലയാള ദേശമല്ല, അറിഞ്ഞു മുറിച്ചതാണ്. ഈ 56 ശേഷം 56 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്തീകരണത്തിന് ശേഷം ഇവിടെ നടന്നത് മുഴുവൻ നിങ്ങൾ പരിശോധിച്ചോളൂ. ഇവിടെ കുടുംബങ്ങൾ തകർന്നു, വ്യക്തികൾ തകർന്നു, സംസ്കൃതികൾ പോയി, ഭാഷയെ നശിപ്പിച്ചു. ഭാഷ എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്ക് അറിയപ്പോ? അതിലൊക്കെ മാലിന്യം കുത്തിക്കയറ്റി 1956 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്തീയറിലെ ഇവിടെ കേരള എന്ന് പറഞ്ഞ അർത്ഥശൂന്യമായ അനർത്ഥമായിട്ടുള്ള ഒരു തട്ടിപ്പ് ഇവിടെ ഉണ്ടാക്കിയതിന് ശേഷം ആദ്യമായി ചെയ്തത് ഇവരെന്താണെന്നറിയോ? മലയാള ഭാഷമേ കയറി പിടിച്ചു. മലയാള ഭാഷമേ കയറി പിടിച്ചിട്ട് ഇവർ പറഞ്ഞു ഭാഷാ കൊച്ചിൻ ഭാഷാ പരിഷ്കരണ കമ്മിറ്റി ഉണ്ടാക്കിയവര്. മലയാള ഭാഷയിൽ എവിടെ കമ്മിറ്റി? ഭാഷാ പരിഷ്കരണ കമ്മിറ്റി, സാഹിത്യ അക്കാദമി, ലളിതകല അക്കാദമി. എന്താണ് ഈ അക്കാദമി? മലയാള ഭാഷയിലുള്ളതാണോ അത്? മനുഷ്യൻ്റെ മനസ്സിലേക്ക് തെറ്റിദ്ധാരണ കയറ്റി വിട്ടു. അർത്ഥമറിയാത്തവൻ പുലമ്പി. ഇംഗ്ലീഷിനെ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറായി. കാരണം ഇംഗ്ലീഷ് അക്ഷരജന്യമല്ല, ഭാരതീയ ഭാഷ അക്ഷരജന്യമാണ്. നിങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു അക്ഷരം, ഇംഗ്ലീഷ് അക്ഷരമാല എന്ന് പറഞ്ഞു പഠിപ്പിച്ചു. ഇംഗ്ലീഷ് അക്ഷരമാലയല്ല, ഇംഗ്ലീഷ് ക്ഷരമാലയാണ്. ക്ഷരം അങ്കുലിമാലയാണത്. ബുദ്ധന്റെ കഥയിലെ നിങ്ങൾ കേട്ടിട്ടുള്ള അങ്കുലിമാലയാണ്, അങ്കുലമാണത്. അത് എങ്ങനെ ഉണ്ടാക്കിയതാണ്? ജഡത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ടുള്ള കൈവിരലുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജഡമാണ് അങ്കുലിമാല. അങ്കുലിമാല നിങ്ങൾ കഥ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ബുദ്ധന്റെ കഥയിൽ അങ്കുലിമാല നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചു ബുദ്ധമതം, ജൈനമതം ശരിയാണ്. അതിനൊപ്പം വേറെ കുറെ മതങ്ങളും കൂടി നമുക്ക് പറഞ്ഞു. മതം എന്താണ്? അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി. മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമയുടെ വിശദീകരണം, ശക്തിയുടെ വിശദീകരണം എന്നാണ് മതം. മതം അഭിപ്രായമാണ്. എന്തിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് മതം? എന്തിനെക്കുറിച്ചുള്ള അഭിപ്രായമാണ് മതം? ഓംകാരത്തെക്കുറിച്ചുള്ള മതം, അതാണ് അഭിപ്രായം. എൻ്റെ അഭിപ്രായമാണ് മതം. ഓംകാരം, അക്ഷരം, നാദബ്രഹ്മത്തെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഇതാണ്. എന്താണ് അഭിപ്രായം? ഇന്നതാണ്. സാഖ്യമതം, ബുദ്ധമതം, ജൈനമതം, ഇതൊക്കെ ഭാരതീയ മതങ്ങളാണ്. നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാവാനുള്ള ഒരു സൂത്രം പറഞ്ഞുതരാം. നമ്മൾ ക്ഷേത്രങ്ങൾ നോക്കുക. ക്ഷേത്രങ്ങൾ, ഇഷ്ടംപോലെ ക്ഷേത്രങ്ങൾ നമ്മൾ കാണുമ്പോൾ എല്ലാവരും അജന്തയിലേക്ക് നമ്മൾ പോകാറുണ്ട്. അജന്തയിൽ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ പോകാറുണ്ട്. ഇവിടെ എല്ലായിടത്തും നമുക്ക് അദ്വൈത ക്ഷേത്രങ്ങളും ഭാരതീയ ക്ഷേത്രങ്ങൾ, അദ്വൈത ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭാരതീയ ക്ഷേത്രങ്ങൾ. ഇപ്പോൾ അദ്വൈത ക്ഷേത്രം എന്ന് പറഞ്ഞാൽ വടക്കുന്നാഥൻ അദ്വൈത ക്ഷേത്രമാണ്. അദ്വൈതിയായിട്ടുള്ള ആദിശങ്കരൻ കൽപ്പിച്ച് നൽകിയിട്ടുള്ള പൂജാവിധികളാണ് ഭാരതത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും നിലനിൽക്കുന്നത്. അഫ്ഗാനിസ്ഥാനിലെ ഗാന്ധാര ദേശം അടക്കമുള്ളിടത്ത്, നേപ്പാൾ ദേശം അടക്കമുള്ളിടത്ത്, ബംഗ്ലാദേശ് അടക്കമുള്ളിടത്ത് അക്ഷരവേദം എന്ന് പറയുന്ന അതിൻ്റെ മൂർത്തിഭാവമായ ആദിശങ്കരനാൽ കൽപ്പിച്ച് നൽകപ്പെട്ടതാണ്. അത്
ശങ്കരമതമാണ്. ശങ്കരമതം അദ്വൈതമാണ്. ദ്വൈതമല്ല, വിശിഷ്ടാദ്വൈതമല്ല. ദ്വൈതം അല്ല, വിശിഷ്ടാദ്വൈതമല്ല, അദ്വൈത മതമാണ്. ഈ അദ്വൈത മതം തന്നെയാണ് നമ്മൾ ഗുരുവായൂർ കാണുന്നത്. ഈ അദ്വൈതം തന്നെയാണ് നമ്മൾ ബദരിയിൽ കാണുന്നത്. ഈ അദ്വൈതം തന്നെയാണ് നമ്മൾ പഞ്ചകേദാരങ്ങളിൽ കാണുന്നത്. ഈ അദ്വൈതം തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് കാണുന്നത്. ഭാരതീയ ക്ഷേത്രങ്ങൾ മുഴുവൻ അദ്വൈത മതത്തിൻ്റെതാണ്. അപ്പൊ അദ്വൈത മതത്തിൻ്റെതായിട്ടുള്ള സങ്കല്പങ്ങളും പ്രതിഷ്ഠകളും നമ്മൾ കാണുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ജൈനമതത്തിൻ്റെ പ്രതിഷ്ഠകളും അതിൻ്റെ സങ്കല്പങ്ങളും നമുക്ക് കാണുന്നുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ബുദ്ധമതത്തിൻ്റെ സങ്കല്പങ്ങളും പ്രതിഷ്ഠകളും നമുക്ക് കാണുന്നുണ്ട്. നിങ്ങൾ അജന്തയിലെ എല്ലോറിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾ പോയി നോക്കിക്കോ. ഇവർക്ക് എല്ലാവർക്കും ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലം എന്ന് പറയുന്നത് ഹിമാലയമാണ്. എങ്ങനെയത് വേറെ ആയിട്ട് വരുന്നത്? ഇത് വേറെ ആയിരുന്നുവെങ്കിൽ, ഇത് വേറെ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. വേറെ ആയിരുന്നുവെങ്കിൽ ഓരോരുത്തർക്കും ഓരോ സ്ഥലം. ഭാരതീയ മതങ്ങൾ കേന്ദ്രീകൃതമായത് ഏകാക്ഷരമായിട്ടുള്ള അദ്വൈതാക്ഷരമായിട്ടുള്ള ഓംകാരം എന്ന് പറയുന്ന നാദബ്രഹ്മത്തിൽ മാത്രമാണ്, വേറെ ഒന്നിലുമില്ല. അപ്പൊ നമ്മുടെ തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത് ക്ഷരമാണ്. അങ്കുലി മാലയാണ് ഇവിടെ തലയിൽ കയറ്റി വെച്ചിട്ടുള്ളത്. ഈ അങ്കുലി മാലയെ നമ്മൾ മനസ്സിൽ കയറ്റിയത് അക്ഷരം എന്ന് പറഞ്ഞാൽ അത് ക്ഷരമാണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ക്ഷരം അക്ഷരമല്ല എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞാൽ തന്നെ പറയാണ്ട് നിങ്ങൾക്കറിയാം. പറയേണ്ട കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി പറയുന്നത് മാത്രം. അതായത് ക്ഷരം അക്ഷരമല്ല. അപ്പൊ പിന്നെ എങ്ങനെ ക്ഷരം അക്ഷരമായത്? അപ്പൊ ആരാണ് ക്ഷരത്തെ അക്ഷരമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചത് ആരേ എന്നുള്ള ആ ആലോചന നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരാൻ ഈ സന്ദർഭത്തിൽ, ഈ ചിങ്ങപ്പുലരിയിൽ നിങ്ങൾ അത് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചോദ്യം നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങൾ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്? ഇംഗ്ലീഷ് അക്ഷരമാല എന്ന് പറഞ്ഞ് ക്ഷരം നിങ്ങളുടെ മനസ്സിലേക്ക് ആരാണ് കയറ്റി വിട്ടത്? വേദോത്പന്നമാണ് ഭാരതീയ ഭാഷകൾ. അതിന് തുല്യമല്ല ഒന്നും. ഭാഷ മാത്രമല്ല, സംഗീതം, സാഹിത്യം, യോഗം, ഇതിഹാസ പുരാണങ്ങള്, ഉപവേദങ്ങള്, ശാസ്ത്രങ്ങള് എല്ലാം അക്ഷരം എന്ന് പറയുന്ന അദ്വൈതത്തിൽ നിന്ന് ഉൽപ്പന്നമായതാണ്. ഇത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അപ്പോൾ ഏറ്റവും ശക്തി സ്വരൂപിണിയായിരിക്കുന്ന മാതൃഭാഷ മലയാളത്തെ നമ്മൾ അർത്ഥതലത്തിൽ മനസ്സിലാക്കാനാണ് നമ്മളിവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഗോകർണം മുതൽ കന്യാകുമാരി അടക്കമുള്ളതാണെന്ന് മനസ്സിലാക്കുക. അവിടെ ദേവി മൂകാംബിക ശക്തിസ്വരൂപിണിയായി കുടികൊള്ളുന്നുണ്ട്. അവിടെ ഗോകർണത്തെ ശിവൻ ഇരിക്കുന്നുണ്ട്. ഇതിൻ്റെ നടുക്കിലുള്ള സ്ഥലമാണ് പരശുരാമനാൽ സ്ഥാപിതമായിട്ടുള്ള രാമക്ഷേത്രം മലയാളം. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, നന്നായിരിക്കും. രാമക്ഷേത്രം മലയാളം, രാമന്റെ ക്ഷേത്രം മലയാളമാണ്. ഈ പരശുരാമൻ ആരാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പരശുരാമൻ ആരാന്നുള്ളത് ഞാൻ ചോദിച്ചു എന്ന് മാത്രം. പരശുരാമൻ വിഷ്ണുവിൻ്റെ അവതാരവും ശിവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനുമാണ്. ഈ പരശു കൊടുത്തിട്ടുള്ള പരമശിവനാണ്. നിങ്ങൾക്കറിയാം. അതൊക്കെ ചിഹ്നങ്ങളാണ്. നിങ്ങൾ ആ ആളുടെ രൂപത്തിൽ നിങ്ങൾ കാണണ്ട. ഈ രൂപമാണ് നിങ്ങളെ പറ്റിക്കുന്നത്. രൂപമല്ല, തത്വത്തെ നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങൾക്ക് അർത്ഥം എന്ന് പറയുന്നത് തത്വരൂപമാണ്. തത്വരൂപത്തിലല്ലാതെ നിങ്ങൾക്ക് അർത്ഥം സ്വായത്തമാവില്ല. ഓംകാരം എന്ന് പറയുന്നത് ഓം എന്ന് പറഞ്ഞിങ്ങനെ എഴുതിയിട്ടുള്ളതല്ല. ഓംകാരം എന്ന് പറയുന്നത് തത്വസ്വരൂപമാണ്. നാദബ്രഹ്മം എന്ന് പറയുന്നത് തത്വസ്വരൂപമാണ്. അത് ഓരോരുത്തരും ദർശിച്ചിട്ടുള്ളതിൻ്റെ വ്യാഖ്യാനങ്ങളാണ്. സാഖ്യം, ബൗദ്ധം, ജൈനം, ദ്വൈതം, അദ്വൈതം, വിശിഷ്ടാദ്വൈതം, യോഗം, സംഗീതം, ശാസ്ത്രം, വേദം, ഉപവേദം എന്നെല്ലാം പറയുന്നത് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. എല്ലാതും അവസാനം ഓമിൽ പോയി ചേരും. മലയാളത്തിലേക്ക് നമ്മൾ വരുന്നത്, ഈ അർത്ഥത്തിലേക്കാണ് നമ്മൾ വരുന്നത്. ഈ അർത്ഥം നമുക്ക് മനസ്സിലായി തുടങ്ങുകയാണെങ്കിൽ, ക്ഷത്രിയ തലത്തിലോടുകൂടി നിങ്ങൾ ഉയരുകയാണെങ്കിൽ, ക്ഷത്രിയ തലത്തിലേക്ക് നിങ്ങൾ ഉയരുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാവും. 2 തലങ്ങൾ താഴെ പോയി, ഇനി ബാക്കിയുള്ള തലങ്ങളേ ഉള്ളൂ. ക്ഷത്രിയത്തിന് മുകളിൽ ബ്രാഹ്മണതലം, നിങ്ങളെല്ലാവരും അറിയുന്നത്. അതിൻ്റെ മുകളിലുള്ള തലത്തിൻ്റെ പേരാണ് ദേവതലം. ബ്രാഹ്മണതലത്തിന് മുകളിൽ ദേവതലമാണുള്ളത്. ദേവതലം എന്ന് പറയുന്നതിന്
ഭൂമിയിലുള്ള ദേവന്മാരെ വിളിക്കുന്ന പേരാണ് ഭൂസുര. സുരന്മാരാണ് അവരാണ് ബ്രാഹ്മണരായിട്ട് നമ്മൾ പറയുന്നത്. ഭൂമിയിൽ നിങ്ങൾക്ക് കാണാവുന്ന, അതിന് മുകളിലുള്ളവർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. മനുഷ്യന് പ്രാപ്തമാവുന്ന, നിങ്ങൾക്ക് സങ്കല്പിച്ച് നോക്കുമ്പോൾ സങ്കല്പത്തിലൂടെ കാണേണ്ടാത്ത, നിങ്ങൾക്ക് ദൃശ്യമായിട്ടുള്ള മായയുടെ ശക്തി നിലനിൽക്കുന്ന തലമാണ് ബ്രാഹ്മണതലം. അവിടെ തുടങ്ങുന്നേ ഉള്ളൂ. സോപാനത്തിൻ്റെ ആദ്യത്തെ പടിയേ ആയുള്ളൂ. അതിൻ്റെ മുകളിലാണ് ദേവതലം. ഈ ദേവഭാഷയാണ് സംസ്കൃതം. അത് തത്വഭാഷയാണ്. അതുകൊണ്ടാണ് അതിന് ലിപിയില്ലാത്ത. ദേവന്മാരെ തത്വസ്വരൂപികളാണ്. അതിന് മനസ്സനുസരിച്ച് അതിൻ്റെ വ്യാഖ്യാനവും രൂപവും മാറും. ഇന്ദ്രനെ ഒരാൾ കാണുന്ന പോലെയല്ല മറ്റേ ആൾ കാണുന്നത്. ദേവിയെ ഒരു ആൾ കാണുന്ന പോലെയല്ല മറ്റേ ആൾ കാണുന്നത്. എന്തുകൊണ്ട്? പല രൂപത്തിൽ 33 ദേവകളുണ്ടായി. 33 കോടി ഭാരതീയരുണ്ടായിരുന്നു എന്ന് നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് ആയിരിക്കാം. അതിനു സാധ്യതയുണ്ട്. പക്ഷേ ദേവതലം മുതൽ മുകളിലേക്ക് തത്വതലമെന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവേണ്ട ഒരു പരമമായ യാഥാർത്ഥ്യം ഇതാണ്. 33 കോടി അർത്ഥതലങ്ങളുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഗീതം നമ്മൾ നോക്കാം. സംഗീതങ്ങളിൽ മേളകർത്താ രാഗങ്ങൾ എന്ന് പറഞ്ഞ 72 പറയുന്നുണ്ട്. രാഗങ്ങൾ എത്രയുണ്ടെന്ന് വെച്ചാൽ ആർക്കെങ്കിലും മനസ്സിലുണ്ടോ? എണ്ണമറ്റവയാണ്. ശക്തിയുടെ രൂപങ്ങളാണത്. രാഗങ്ങൾ, രാഗ ഒഴുക്കാണ്. ഒഴുക്ക് ശക്തിയാണ്, ചലനമാണ്, അനന്തമാണ്, മായയാണ്, മായാപ്രപഞ്ചമാണ്. ഈ 72 നിങ്ങൾ വേറെ ഒരെണ്ണത്തിൽ കാണുന്നുണ്ട്. 72 നാഡികൾ എന്ന് പറഞ്ഞിട്ട്. ഇടാപിംഗള സുഷുമ്ന നാഡികളുടെ അതിൽ നിന്ന് മുന്നോട്ട് പോകുന്ന 72 നാഡികൾ, അവിടെ നിന്ന് 72,000 നാഡികൾ അർത്ഥതലങ്ങളാണ്. അതിലൂടെ എന്താണ് ഒഴുകുന്നത്? സൂക്ഷ്മന എന്ന് പറയുന്നതിനെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒരാൾ? തത്വതലമാണ്. ഇടാപിംഗളയെ കണ്ടവരോ വല്ലവരുണ്ടോ? ആരുമില്ല. നട്ടലിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഉണ്ടെന്ന് പറയണ്ടേ. ഈ രക്തധമനിയുടെ ഉള്ളിക്കടെ രക്തം ഓടുണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ക്ഷരമായിട്ടുള്ള കുറേ തട്ടിപ്പുകാർ. അതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക് കയറ്റി വയ്ക്കുന്നൊക്കെ പറയുന്നുണ്ട്. പ്ലാസ്റ്റിക് കയറ്റി വയ്ക്കാൻ പറ്റുന്ന വലുപ്പത്തിലുള്ളതാണോ രക്തധമനികൾ? ആണോ? ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരു പ്രമുഖ വ്യക്തി ഇവിടെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. രക്തധമനിയുടെ ഉള്ളിലേക്ക് നമുക്ക് പ്ലാസ്റ്റിക് കയറ്റി വയ്ക്കാൻ പറ്റുമോ? സത്യമല്ല, നടക്കില്ല. അപ്പൊ നിങ്ങളുടെ ഇവിടെ ഹൃദയസ്തംഭനെന്നോ എന്തൊക്കെയോ പറഞ്ഞു. ഹൃദയസ്തംഭനല്ല കേട്ടോ, അത് ഹാർട്ട് അറ്റാക്ക് ആണ്. ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ക്ഷരമാണ്, അങ്കുലിയാണ്. അക്ഷരതലത്തിലുള്ള അർത്ഥമല്ലേ അതില്. ഹൃദയസ്തംഭനമല്ല ഹാർട്ട് അറ്റാക്ക്. അത് രണ്ടും വെവ്വേറെ കാര്യങ്ങളാണ്. ഒന്ന് ക്ഷരവും ഒന്ന് അക്ഷരത്തിനെയും വിശദീകരിക്കാൻ നിങ്ങൾ തർജ്ജമ സാധ്യമല്ല. അപ്പോൾ ഹൃദയത്തിനുള്ളിൽ കയറ്റി വയ്ക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ തുണ്ട് എന്താണ്? അതിനുള്ളിലേക്ക് കയറില്ലല്ലോ. രക്തധമനിയുടെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന മനുഷ്യന നിർമ്മിതമായിട്ടുള്ള ഒരു സംഗതി കയറില്ല. ഒരു കാര്യം കയറില്ല. 2020 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയറിൽ നമ്മുടെ മുഖം മുഴുവൻ അടപ്പിച്ചിട്ട് പറഞ്ഞു, പ്രകൃതിയിൽ നിന്ന് കുറേ ദുഷിച്ച കാര്യങ്ങൾ പ്രാണവായുവിലൂടെ കയറുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും മുഖം മൂടിക്കെട്ടി. എല്ലാവരും നടന്നു. പ്രാണൻ ആരാണെന്ന് നമ്മൾക്കിപ്പോൾ മനസ്സിലായി. പ്രാണൻ ആരാ? പ്രാണൻ ദേവി ശക്തിയാണ്, ഉമ്മയാണ്. ഈ പ്രാണനെ നമുക്ക് തടയാൻ പറ്റുമോ? നിങ്ങൾ പ്രാണനെ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുണ്ടോ? ഇല്ല. അപ്പോൾ
ഈ പ്രാണനെ തടഞ്ഞു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ മുഖത്ത് എന്തൊക്കെയോ ഇത് കെട്ടിയിട്ട് നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ പറ്റാണ്ടായോ ആർക്കെങ്കിലും? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രാണനെ തടയാൻ പറ്റിയില്ല എന്നർത്ഥം. പിന്നെ എന്തിനാണ് നിങ്ങൾ മുഖം മൂടി വെച്ചത്? നിങ്ങളെ കൊണ്ട് എന്തുകൊണ്ട് മുഖം മൂടി അണിയിച്ചു? അർത്ഥതലം നിങ്ങൾക്ക് അന്ന് മനസ്സിലായില്ല. അർത്ഥതലം അന്ന് പറയുമ്പോൾ ആളുകൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. കുറെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ ഒരു ശമനം വന്നു. മുഖം മൂടിക്കും ബാക്കിയുള്ളതിനൊക്കെ ശമനം വന്നു. അർത്ഥം മനസ്സിലാവാത്തതിൻ്റെ വിഷയമാണ്. ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കേരളയിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ്? മാതൃഭാഷ മലയാളത്തെ തള്ളിപ്പറഞ്ഞിട്ടുള്ള, മാതൃഭാഷയായിട്ടുള്ള ഇതിനെ തള്ളിപ്പറയുന്ന ഭാരതഭൂമിയിലെ ഒരേ ഒരു സ്ഥലം തലയും കാലുമില്ലാത്ത ഈ കബന്ധമാണ്. കേരള എന്ന് പറഞ്ഞ കബന്ധമാണ്. അർത്ഥം ഇവിടെ ഇല്ല. ഇവിടെ ഭൂരിഭാഗം അനർത്ഥമാണുള്ളത്. അനർത്ഥമേ ഇവിടെ ഉണ്ടാകൂ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങൾ കാണുന്നുണ്ട്, ചുറ്റും നിങ്ങൾ നോക്കിക്കോളാം. കുട്ടികളൊക്കെ തന്തള്ളാരെ ചവിട്ടി പോവാണ്. അവർ ഇഡക്കേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ വിദ്യാഭ്യാസമല്ല, വിദ്യയുടെ അഭ്യസനം. വിദ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ വരേണ്ടി വരും, ഭാരതത്തിൽ വരണം, പുറത്തേക്കില്ല. ഇഡക്കേഷന് കുട്ടികൾ പോകണു. തന്തയും തള്ളയും കൂടി ഉണ്ടാക്കിയതാണ് ഒരു കുട്ടി. വേറെ ആർക്കായാലും സംഭാവനയില്ല. ബാക്കിയുള്ളത് പ്രാണനാണ്. പ്രാണൻ ഏകദേശം 7-ാം മാസത്തോടുകൂടി ശരീരത്തിൽ പ്രവേശിക്കുന്നു. ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല. ആയുർവേദം, വേദം ആരാണ്? ഓംകാരമാണ്. അതിൽ പറഞ്ഞത് പഴക്കില്ല. കാരണം അക്ഷരമേ ഉള്ളൂ. ക്ഷരമല്ലാത്തത് ഏകമിതി അക്ഷര, ഓം ഇത് അക്ഷര. ആ അക്ഷരത്തിൽ പറഞ്ഞിട്ടുണ്ട്, വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തെന്ന്? ആയുർവേദത്തിൽ പറഞ്ഞിട്ടുണ്ട് 7-ാം മാസത്തിൽ പ്രാണൻ കൂടി വരുന്നു. അതുവരെ അത് ജഡാണ്. അവിടെ നിന്ന് അങ്ങോട്ട് വളർന്ന് തീറ്റയും കൊടുത്ത് ബാക്കിയൊക്കെ കൊടുത്ത് വളർത്തി വലുതാക്കി ഈ തള്ളാരെ തള്ളിപ്പോവാൻ തുടങ്ങിയത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1956 ശേഷമാണ്. മലയാളികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. കേരള എന്ന് പറയുന്ന അർത്ഥരഹിതമായ അനർത്ഥമാകുന്ന കേരള 1956 എന്ന് പറയുന്ന ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ ഉണ്ടാക്കിയതിന് ശേഷം മാത്രമാണ് ഇവിടെ നിന്ന് മലയാളികൾ സ്വന്തം തന്തേനെയും തള്ളേനെയും നാടിനെയും ദേവിയെയും ദേവനെയും ഉപേക്ഷിച്ച് ഇവിടുന്ന് കർമ്മമില്ലാത്തിടങ്ങളിലേക്ക് പോയത്. കർമ്മഭൂമി ജനിച്ച ഭൂമിയാണ്. കർമ്മം എന്ന് പറഞ്ഞാൽ അർത്ഥമാണ്. അർത്ഥമില്ലാത്ത അനർത്ഥമായിട്ടുള്ള ഇടങ്ങളിലേക്ക് ഇവിടെ നിന്ന് ആളുകൾ പോയത് ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയർ 1956 മുതലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അതിനുവേണ്ടിയാണ് തലയും കാലും ഛേദിച്ച കബന്ധം ഉണ്ടാക്കപ്പെട്ടത്. കേരള എന്ന് പേര്. എന്താ കേരളയുടെ അർത്ഥം? കേരളത്തിക്ക് അർത്ഥമില്ല, ഭാഷാർത്ഥമില്ല. ഭാഷാർത്ഥമില്ലാത്തതിന് ശക്തിയുമില്ല. ഭാഷയില്ലാത്തയിടത്ത് ശക്തിയുമില്ല. ഭാഷയില്ലാത്തയിടത്ത് അർത്ഥവുമില്ല. അർത്ഥമില്ലാത്തയിടത്ത് ശക്തിയുമില്ല. ഈ അർത്ഥമാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഈ ചിങ്ങപ്പുലരി അതിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വേദത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിനു മുമ്പ് അറിയേണ്ടതുണ്ട്. അവിടെയൊക്കെയാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ മലയാള ഭൂമി എന്ന് പറയുന്നത്, മലയാള ദേശം എന്ന് പറയുന്നത് അത് ഗോകർണം മുതൽ കന്യാകുമാരി വരെയാണെന്നുള്ളതും അടക്കമുള്ള സ്ഥലമാണെന്നുള്ളതും അത് രാമക്ഷേത്രമാണെന്നുള്ളതും പരശുരാമനാൽ സ്ഥാപിതമായിട്ടുള്ളതാണെന്നും അതുപോലെ തന്നെ അത് ചതുരംഗ ക്ഷേത്രമാണെന്നുള്ളതും നമ്മളിപ്പോൾ ഇവിടെ നിങ്ങളോട് മുമ്പിൽ അതുപോലെ തന്നെ മലയാള ഭൂമിയിൽ പറയുകയാണ്. ചതുരംഗ ക്ഷേത്രമാണ് മലയാളം. ഒരു സ്ഥലത്ത്, ഒരു ഭാഗത്ത് വടക്ക് ഭാഗത്ത് സാക്ഷാൽ മഹാദേവനും തെക്ക് ഭാഗത്ത് ജഗദംബയായ ദേവി ശ്രീ പാർവതിയും ഇരുന്ന് ചതുരംഗം കളിക്കുന്ന ചതുരംഗ ക്ഷേത്രമാണ് മലയാളം. ചതുരംഗം ഇവിടേക്ക് കൊടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മലയാള ക്ഷേത്രം മഴുവെറിഞ്ഞുണ്ടാക്കിയെന്ന് പറയുന്ന അതേ മഹാദേവ ശിഷ്യനായ പരശുരാമനാണ്.
ഏതാണ് ഈ ചതുരംഗക്കളം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? തത്വത്തിലാണ് അതിരിക്കുന്നത്. 64 കളങ്ങളുള്ള ചതുരംഗ ക്ഷേത്രം മലയാള ഭൂമിയാണ്. ഏതാണ് ആ മലയാള ഭൂമി? ഏതാണ് ആ ചതുരംഗക്കളം? മലയാള ഭൂമി ഗോകർണം മുതൽ കന്യാകുമാരി അടക്കമുള്ള ദേശം. ചതുരംഗക്കളം 64. ഈ 64 എന്ത്? ഈ 64 കളങ്ങൾ ഉണ്ടാക്കിയത് പരശുരാമനാണ്. ഏതാണ് ആ 64 കളങ്ങൾ? ഈ 64 കളങ്ങളിൽ 64 കളങ്ങളാകുന്ന ചതുരംഗ പലകയാകുന്ന ശിവനാകുന്നതിൽ കരുക്കളാകുന്ന ശക്തിയുടെ ചലനമാണ് മലയാള ദേശത്ത് നടക്കുന്നത്. അപ്പൊ ചലനം ശക്തിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. കളം ശിവനാണെന്ന് മനസ്സിലായി. 64 കളങ്ങൾ എന്താണെന്ന് മനസ്സിലായോ? 64 ബ്രാഹ്മണ ഗ്രാമങ്ങളാണ്. പരശുരാമനാൽ കൊണ്ടുവരപ്പെട്ട 64 സ്ഥാപിതമായിട്ടുള്ള 64 ബ്രാഹ്മണ ഗ്രാമങ്ങൾ. ബ്രാഹ്മണ ഗ്രാമങ്ങൾ എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അതാണ് ചന്ദ്രഗിരി പുഴയ്ക്ക് വടക്ക് 32 എണ്ണവും ചന്ദ്രഗിരി പുഴയ്ക്ക് തെക്ക് 32 എണ്ണവുമായിട്ടുള്ള 64 ഗ്രാമങ്ങളിലാണ്. ഓരോ ഗ്രാമവും ഓരോ കളമാണ്. കലയുടെ ക്ഷേത്രമാണ്. കലാധരന്റെ ക്ഷേത്രമാണ്. കലാധരന്റെ ക്ഷേത്രമാണ് 64 ഗ്രാമങ്ങൾ. അവിടെയെല്ലാം ഓരോ ഗ്രാമമൂർത്തിയുണ്ട്. ഓരോ ഗ്രാമമൂർത്തിക്കും കലയുടെയും സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും അധികാരമുണ്ട്. നമുക്ക് പ്രധാനമായിട്ട് അറിയുന്നത് പെരുവനമ്പൂർ കലാഗ്രാമമാണ്. അത് ഒരു പരശുരാമനാൽ സ്ഥാപിതമായിട്ടുള്ള 64 എണ്ണത്തിൽ ചന്ദ്രഗിരി പുഴയുടെ തെക്ക് ഭാഗത്തുള്ള ഒരെണ്ണമാണ്. ഒരെണ്ണം ശുഗവര നിങ്ങൾക്കറിയാം. ഇങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ചതുരംഗ. പ്രപഞ്ചത്തിൽ ആകെ ഒരൊറ്റ രാമക്ഷേത്രമേ ഉള്ളൂ. രാമനാൽ സൃഷ്ടിക്കപ്പെട്ട ഒരേ ഒരു ക്ഷേത്രം, രാമക്ഷേത്രം മലയാളം. പ്രപഞ്ചത്തിലെ ഒരേ ഒരു കളിക്കളമാണ്, ചതുരംഗ ക്ഷേത്രമാണ് മലയാളം. അതും പ്രപഞ്ചത്തിൽ ഒരെണ്ണേ ഉള്ളൂ. ശക്തി അഥവാ ഭാഷാസ്വരൂപിണിയായി ആദിപരാശക്തി, മലയാളാംബയായി ദേവി മൂകാംബികയായി കുടികൊള്ളുന്ന, ഭാഷാംബയായി കുടികൊള്ളുന്ന ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ. അതും മലയാള ദേശമാണ്. ഇത്രയും പ്രാധാന്യമുള്ള ഈ മലയാള ദേശത്ത് അനർത്ഥം നടക്കണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം. മലയാള ദേശത്തെ 3ആയി വിഭജിക്കണം. അത് വിഭജിച്ചു 1956 എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് ക്രിസ്ത്യൻ ഇയറിലെ. ഭാരതഭൂമിയെയും 3ആയി വിഭജിച്ചു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഭാരതഭൂമിയെയും 3ആയി വിഭജിച്ചു. ഒന്ന്, ഭാരതത്തെ ബംഗ്ലാദേശാക്കി മുറിച്ചു. ഒരെണ്ണം ഇന്ത്യ എന്ന് പറഞ്ഞ അർത്ഥരഹിതമായ ഒരു കാര്യമാക്കി. ഒരെണ്ണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞ അതിനും അർത്ഥമില്ല. പാകിസ്ഥാനിന് അർത്ഥമില്ല, ഇന്ത്യക്ക് അർത്ഥമില്ല. ബംഗ്ലാദേശ് എന്ന് ഇവർ പറയുന്ന അർത്ഥം ബംഗ്ലാദേശമായിട്ടുള്ളവർ, അതിനും അർത്ഥതലങ്ങളില്ല. ഭാരതഭൂമി, നേപ്പാള ദേശവും ഭാരതഭൂമിയിലെ. കാരണം ബുദ്ധന്റെ സ്ഥലം നേപ്പാളമാണ്, കപിലവസ്തു. അതടങ്ങുന്ന സ്ഥലം ഭാരതഭൂമി എന്ന് പറയുന്ന സ്ഥലം. അതിനെ 3ആക്കിയ മുറിച്ചവർ. അതേപോലെ മലയാളത്തെയും ഇവർ 3ആക്കി മുറിച്ചു. എന്തുകൊണ്ട് ഇവർ 3ആക്കി മുറിക്കുന്നു? എന്തുകൊണ്ട് മുറിക്കുന്നു? ആരാ മുറിച്ചത്? മുറിച്ചതൊക്കെ ഒറ്റ വിഭാഗക്കാരാ. ഇവിടെ ഉള്ളവരല്ല. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ ഉള്ളവരല്ല മുറിച്ചിട്ടുള്ളത്. ഇവർ തന്നെയാണ് മലയാള ഭാഷയെയും വികലമാക്കിയത്. ഇവർ തന്നെയാണ് അക്ഷരത്തെ ക്ഷരം എന്ന് പറഞ്ഞ് നമ്മുടെ തലയിലേക്ക്, നമ്മുടെ ക്ഷരമാണ് അക്ഷരം എന്ന് പറഞ്ഞ് നമ്മുടെ തലയിലേക്ക് കയറ്റിവെച്ചത്. സാഹിത്യ അക്കാഡമികൾ ഉണ്ടാക്കിയത് ഇവരാണ്. റിലിജൻ മതമാണെന്ന് പഠിപ്പിച്ചത് ഇവരാണ്. ഈശ്വരൻ, ഭഗവാൻ, ദേവൻ, ദേവി, ഗോഡാന്ന് പഠിപ്പിച്ചത് ഇവരാണ്. അതാരാണെന്ന് നിങ്ങൾക്കറിയാം, ഞാൻ പറയുന്നില്ല. നമ്മുടെ വിഷയം അതല്ല.
നമ്മൾ അക്ഷരത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഈ അക്ഷരത്തിൽ നിന്ന് വരുന്ന ഉത്പന്നമാകുന്ന ശക്തി ഭാഷാംബയാകുന്ന മാതൃഭാഷ മലയാളമാകുന്ന ദേവി മൂകാംബികയിൽ പ്രതിഷ്ഠിതമാകുമ്പോൾ അദ്വൈത ശക്തിയെ നമ്മളിലേക്ക് ആവാഹിക്കാനുള്ള ഒരു ശ്രമത്തിൽ എത്തുകയാണ്. ആ ശ്രമമാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത്. ഈ ശക്തിയിലൂടെ, ശക്തി സ്വരൂപിണിയിലൂടെ, മാതൃഭാഷ മലയാളത്തിലൂടെ വേദത്തിലേക്ക്, ശിവതലത്തിലേക്ക്, പരമാർത്ഥതലത്തിലേക്ക്, അക്ഷരതലത്തിലേക്ക്, അദ്വൈത തലത്തിലേക്ക്, ഓംകാര തലത്തിലേക്ക്, നാദബ്രഹ്മ തലത്തിലേക്ക് ഉയരാൻ ഓരോ മലയാളിയെയും പ്രാപ്തമാക്കുന്ന അതിൻ്റെ ആദ്യ പടിയാണ്, ആദ്യ ദിവസമാണ് നമ്മളിന്നിവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇതിന് തുടർന്ന് ഇനി ഉണ്ടാകുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ സംസ്കൃതത്തിനെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്കറിയാം, ഒക്കെ തത്വരൂപത്തിലായിരിക്കുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ മലയാളത്തിൽ അടിസ്ഥാനപരമായ അറിവ് നേടണം. അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാവണം. ആ അർത്ഥതലങ്ങൾ മനസ്സിലായിട്ട് വേണം നമ്മൾ അടുത്തതിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. ആദ്യം ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ആ ശൂദ്രാർത്ഥതലം നമ്മൾ കളയുക, വൈശ്യാർത്ഥതലം കളയുക. ഇവിടുന്ന് ആരംഭിക്കുന്നു. ഏത്? ക്ഷത്രിയാർത്ഥതലത്തിൽ നിന്ന് ആരംഭിക്കാൻ നമ്മൾ ശ്രമിക്കുക. അവിടെ നിന്ന് ബ്രാഹ്മണാർത്ഥതലം, പിന്നെ നമുക്ക് ദേവതലത്തിലേക്ക്, ബാക്കിയുള്ള തലങ്ങൾ അവിടെ നിൽക്കട്ടെ. 9ാമത്തെ അർത്ഥതലം ഞാൻ പറഞ്ഞിട്ടുണ്ട്, പരമാർത്ഥതലം എന്ന് പറയുന്ന ശിവതലം എന്ന് പറഞ്ഞു. അതിന് മുമ്പ്, അതിന് പിറകിൽ കിടക്കുന്ന കുറേ തലങ്ങളുണ്ട്. ആ തലങ്ങളിലേക്ക് നമുക്ക് എത്താം. ആദ്യം നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക. ശൂദ്രാർത്ഥതലത്തിൽ നിന്നും വൈശ്യാർത്ഥതലത്തിൽ നിന്നും നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അവിടെ നിന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യപടിയിലേക്ക് നമുക്ക് കാലുവെക്കുക. നമ്മുടെ മനസ്സിനെ തുറക്കുക. അർത്ഥതലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനുള്ള ആദ്യത്തെ പടിയാകട്ടെ, ആദ്യത്തെ ദിവസമാകട്ടെ ഇന്ന് ഈ ചിങ്ങം 1-ാം തീയതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ അക്ഷരവേദ പ്രവേശികയിലേക്കുള്ള ആമുഖ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.